വാനവും ഭൂമിയും ചമച്ചവനേ, മഹിമയിൻ പ്രഭുതാൻ മഹത്വത്തിൽ യോഗ്യൻ, മാനവും പുകഴ്ചയും യേശുവിന്. മഹിമയിൻ പ്രഭുതാൻ മഹത്വത്തിൽ യോഗ്യൻ, മാനവും പുകഴ്ചയും യേശുവിന്. യേശുനാഥ നീ എൻ ദൈവം, യേശുനാഥ നീ എൻ ആശ്രയം, യേശുനാഥ നീ എൻ ശൈലവും എന്റെ കോട്ടയും നീ മാത്രമേ. യേശുനാഥ നീ എൻ ദൈവം, യേശുനാഥ നീ എൻ ആശ്രയം, യേശുനാഥ നീ എൻ ശൈലവും എന്റെ കോട്ടയും നീ മാത്രമേ. സ്തുതിക്കുന്നു ഞാൻ മഹോന്നതനേ, സ്തുത്യനാഥന്റെ കരവിരുത്. സ്തുതിക്കുന്നു ഞാൻ മഹോന്നതനേ, സ്തുത്യനാഥന്റെ കരവിരുത്. മഹിമയിൻ പ്രഭുതാൻ മഹത്വത്തിൽ യോഗ്യൻ, മാനവും പുകഴ്ചയും യേശുവിന്. മഹിമയിൻ പ്രഭുതാൻ മഹത്വത്തിൽ യോഗ്യൻ, മാനവും പുകഴ്ചയും യേശുവിന്. യേശുനാഥ നീ എൻ ദൈവം, യേശുനാഥ നീ എൻ ആശ്രയം, യേശുനാഥ നീ എൻ ശൈലവും എന്റെ കോട്ടയും നീ മാത്രമേ. യേശുനാഥ നീ എൻ ദൈവം, യേശുനാഥ നീ എൻ ആശ്രയം, യേശുനാഥ നീ എൻ ശൈലവും എന്റെ കോട്ടയും നീ മാത്രമേ. കീർത്തിക്കും ഞാൻ എന്നേശുപരാ, കർത്തനു തുല്യനായി ആരുമില്ല. കീർത്തിക്കും ഞാൻ എന്നേശുപരാ, കർത്തനു തുല്യനായി ആരുമില്ല. മഹിമയിൻ പ്രഭുതാൻ മഹത്വത്തിൽ യോഗ്യൻ, മാനവും പുകഴ്ചയും യേശുവിന്. മഹിമയിൻ പ്രഭുതാൻ മഹത്വത്തിൽ യോഗ്യൻ, മാനവും പുകഴ്ചയും യേശുവിന്. യേശുനാഥ നീ എൻ ദൈവം, യേശുനാഥ നീ എൻ ആശ്രയം,
യേശുനാഥാ നീ എൻ ശൈലവും എന്റെ കോട്ടയും നീ മാത്രമേ. യേശുനാഥാ നീ എൻ ദൈവം. യേശുനാഥാ നീ എൻ ആശ്രയം. യേശുനാഥാ നീ എൻ ശൈലവും എന്റെ കോട്ടയും നീ മാത്രമേ. യേശുനാഥാ നീ എൻ ദൈവം. യേശുനാഥാ നീ എൻ ആശ്രയം. യേശുനാഥാ നീ എൻ ശൈലവും എന്റെ കോട്ടയും നീ മാത്രമേ. എന്റെ കോട്ടയും നീ മാത്രമേ. കർത്താവിന്റെ സ്തോത്രം. കടന്നു വന്ന എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള നന്ദി അറിയിക്കുകയാണ്. നമുക്കൊരു വാക്യം വായിക്കാം, അതിനുശേഷം ആമേൻ സ്തോത്രം ഹല്ലേലൂയ നമുക്ക് ഇരിക്കാം. ദയവായിട്ട് ആമേൻ എഴുന്നേറ്റ് നിന്നുകൊണ്ട് നമ്മൾ ഒരിക്കൽ കൂടി ആ വാക്യങ്ങൾ വായിക്കാൻ പോവുകയാണ്. കർത്താവിന്റെ സ്തോത്രം. 1 കൊരിന്ത്യർ ലേഖനം 10-ാമത്തെ അധ്യായം. ആമേൻ സ്തോത്രം. ബൈബിളുള്ള എല്ലാവരും എടുത്താട്ടെ. കർത്താവിന്റെ സ്തോത്രം. ബൈബിൾ ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ആമേൻ സ്തോത്രം. 1-2 ബൈബിളുകൾ പുറകിലുണ്ട്. കർത്താവിന്റെ സ്തോത്രം. ആമേൻ കൈ ഉയർത്തിയാൽ ഇപ്പോൾ തരാം. കർത്താവിന്റെ സ്തോത്രം. ആർക്കെങ്കിലും ബൈബിൾ ഇല്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് കൈ ഉയർത്തി. കർത്താവിന്റെ സ്തോത്രം. മലയാളം ബൈബിള് 2-3 ഉണ്ട്. കർത്താവിന്റെ സ്തോത്രം. ഹല്ലേലൂയ. ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്ക് വായിക്കാം 1 കൊരിന്ത്യർ ലേഖനം കർത്താവിന്റെ സ്തോത്രം 10-ാമത്തെ അധ്യായം. അതിന്റെ 1 മുതലുള്ള തിരുവചനങ്ങൾ നമുക്ക് വായിക്കാം. കർത്താവിന്റെ സ്തോത്രം. എല്ലാവരും വായിക്കണേ. കർത്താവിന്റെ സ്തോത്രം. ഒരുമിച്ച് വായിക്കാം. സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിൻ കീഴിലായിരുന്നു. എല്ലാവരും സമുദ്രത്തിലൂടെ കടന്ന് എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റു. മോശയോട് ചേർന്നു. എല്ലാവരും ഒരേ ആത്മീകാഹാരം തിന്നു. എല്ലാവരും ഒരേ ആത്മീക പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീക പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ഒരാമേൻ പറഞ്ഞാട്ടെ. എല്ലാവരും ദൈവസന്നിധിയിൽ ഇരുന്നാട്ടെ. കർത്താവിന് സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷങ്ങൾക്കായിട്ട് അപ്പച്ചനെ ഒരിക്കൽ കൂടി വാഴ്ത്തുകയാണ്. അപ്പച്ചന്റെ സാന്നിധ്യം ഇതിൻ്റെ അകത്ത്. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ ഉള്ളതോർത്ത് ഞാൻ കർത്താവിനെ ഒരിക്കൽ കൂടി ആമേൻ സ്തോത്രം വാഴ്ത്തുകയാണ്. കർത്താവിന് സ്തോത്രം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവുള്ള സ്ഥലത്ത് സ്വാതന്ത്ര്യമുണ്ടെന്നാണ് കർത്താവിന് സ്തോത്രം വചനം നമ്മെ പഠിപ്പിക്കുന്നത്. കർത്താവിന് സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ആമേൻ സ്തോത്രം രോഗത്തിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. കർത്താവിന് സ്തോത്രം. ഇതിൻ്റെ അകത്ത് പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർ ആ കരം ഒന്ന് ഉയർത്തി. കർത്താവിന് സ്തോത്രം. നിങ്ങൾ ഉയർത്തുമ്പോൾ കർത്താവിന് സ്തോത്രം നന്നായിട്ട് ഉയർത്തിക്കോ. പരിശുദ്ധാത്മാവ് കണ്ടുകൊണ്ടിരിക്കുക. കർത്താവിന് സ്തോത്രം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവുള്ള സ്ഥലത്ത് സ്വാതന്ത്ര്യമുണ്ട്. Where there the spirit of the Lord, there is liberty. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി കടബാധ്യതയിൽ നിന്ന് നിനക്ക് എന്തുണ്ട്? സ്വാതന്ത്ര്യമുണ്ട്. ആശ്വാസമുണ്ടെന്നല്ല, സ്വാതന്ത്ര്യമുണ്ട്. കർത്താവിന് സ്തോത്രം. കഴിഞ്ഞ നാളുകളിൽ ആമേൻ സ്തോത്രം നമ്മെ അലട്ടിയ ഏത് വിഷയമാകട്ടെ അതിനെ എല്ലാം ആമേൻ സ്തോത്രം അതിജീവിക്കുന്ന ആമേൻ സ്തോത്രം ദൈവത്തിന്റെ ആത്മാവ് ഇതിൻ്റെ അകത്ത് കടന്നു വന്നിട്ടുണ്ട്. കർത്താവിന് സ്തോത്രം. ഇന്ന് രാത്രിയിലും ആ പരിശുദ്ധ ആത്മാവിനെ കുറിച്ച് തന്നെയാണ് ആമേൻ സ്തോത്രം ചില കാര്യങ്ങൾ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുകയാണ്. കൊരിന്ത്യർ ലേഖനം 1-ാമത്തെ അധ്യായം, 1-ാമത്തെ കൊരിന്ത്യർ ലേഖനം ആമേൻ സ്തോത്രം 10-ാമത്തെ അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങളിൽ പറയുകയാണ്. ആമേൻ സ്തോത്രം. പഴയ നിയമ ആമേൻ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന പഴയ നിയമ ഭക്തന്മാർ കർത്താവിന് സ്തോത്രം അവര് മിസ്രയീമിന്റെ അടിമത്തത്തിൽ നിന്ന് പുറത്തു വന്ന് ആമേൻ അവര് ഇസ്രായേലിലേക്ക് ആമേൻ വാഗ്ദത്ത ദേശത്തേക്ക് കനാൻ ദേശത്തേക്ക് യാത്ര തിരിക്കുമ്പോൾ ആമേൻ സ്തോത്രം ദൈവത്തിന്റെ വചനം പറയുക അവരെല്ലാവരും ആമേൻ സ്തോത്രം എന്തായിരുന്നു? കർത്താവിന് സ്തോത്രം. ആമേൻ 10-ന്റെ 1-ാമത്തെ വാക്യം പറയുകയാണ്. എല്ലാവരും പിതാക്കന്മാർ എല്ലാവരും ആമേൻ സ്തോത്രം മേഘത്തിൻ കീഴിലായിരുന്നു. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ഇന്നത്തെ മെസ്സേജിന് ഒരു ടൈറ്റിൽ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ വിളിക്കാം, മേഘത്തിൻ കീഴേ.
കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ദൈവമക്കൾ ആയിരിക്കേണ്ടത് ആമേൻ സ്തോത്രം എല്ലായിടത്തുമല്ല. ദൈവമക്കൾ ആയിരിക്കേണ്ടത് ആമേൻ സ്തോത്രം ഹല്ലേലൂയ ആമേൻ സ്തോത്രം നാട്ടുകാർ പറയുന്ന സ്ഥലത്തല്ല. ആമേൻ സ്തോത്രം ദുഷ്ടന്റെ ആഗ്രഹത്തിന്റെ അടുത്തല്ല. നാട്ടുകാർ ആമേൻ സ്തോത്രം ആഗ്രഹിക്കുന്ന ഏത് ആമേൻ സ്തോത്രം ദുഷ്ട ഉദ്ദേശങ്ങളുടെ അകത്തുമല്ല. ദൈവമക്കൾ ആയിരിക്കേണ്ടത് മേഘത്തിന്റെ കീഴിലാ. കർത്താവിന് സ്തോത്രം. ഇന്ന് രാത്രി എത്ര പേര് വിശ്വസിക്കുന്നു മേഘത്തിന്റെ കീഴിൽ ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനാ? ഇന്ന് രാത്രി മേഘത്തിന്റെ കീഴിലായിരിക്കുന്നവർ പറഞ്ഞോണം, മേഘത്തിന്റെ കീഴിൽ എനിക്ക് സ്വസ്ഥതയുണ്ട്, മേഘത്തിന്റെ കീഴിൽ എനിക്ക് സമാധാനമുണ്ട്, മേഘത്തിന്റെ കീഴിൽ ആമേൻ എനിക്ക് ആശ്വാസമുണ്ട്. ആമേൻ. ബിക്കോസ് ദ ബൈബിൾ സേസ് ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് സഹായകനാണ്, പരിശുദ്ധാത്മാവ് ആശ്വാസദായകനാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. അതിന്റെ രണ്ടാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. എല്ലാവരും സമുദ്രത്തിലൂടെ കടന്നു. സമുദ്രത്തിലും മേഘത്തിലും കർത്താവ് സ്നാനമേറ്റതുപോലെ എന്നല്ല എഴുതിയിരിക്കുന്നത്, പിന്നെയോ സ്നാനമേറ്റു എന്നാണ് എഴുതിയിരിക്കുന്നത്. കർത്താവിന് സ്തോത്രം. ഇന്ന് രാത്രി ഞാൻ ആമേൻ സ്തോത്രം വചനം അതുപോലെ തന്നെ പ്രസംഗിച്ചോട്ടെ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, വചനത്തെ വളച്ചൊടിക്കാതെ പ്രസംഗിക്കണമെങ്കിൽ ആമേൻ അതിന്റെ അർത്ഥം ഇതാണ്: അവർ സമുദ്രത്തിലും ജലത്തിനകത്തും ആമേൻ സ്തോത്രം പരിശുദ്ധാത്മാവിന്റെ നിഴലായിരുന്ന ആമേൻ സ്തോത്രം മേഘത്തിനകത്തും അവർ സ്നാനപ്പെട്ടു. സ്നാനപ്പെടും എന്നല്ല എഴുതിയത്, സ്നാനപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു എന്നല്ല എഴുതിയിരിക്കുന്നത്. പിന്നെയോ അവർ സ്നാനപ്പെട്ടു. പറഞ്ഞേ, ദൈവമക്കൾ ആമേൻ സ്തോത്രം ജലത്തിനകത്തും ആത്മാവിനകത്തും സ്നാനമേൽക്കണം. എത്ര പേര് ആമേൻ പറയും? ജലത്തിനകത്തും ആത്മാവിനകത്തും സ്നാനമേൽക്കണം. ആമേൻ സ്തോത്രം. പഴയ നിയമ ഭക്തന്മാർ ആമേൻ സ്തോത്രം ജലത്തിനകത്തും ആത്മാവിനകത്തും സ്നാനമേറ്റു. അവര് മേഘത്തിന്റെ കീഴേ ആയിരുന്നു. കർത്താവിൻ സ്തോത്രം. അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ആമേൻ സ്തോത്രം അവരെ നടത്തിക്കൊണ്ടിരുന്നത് ആത്മാവായിരുന്നു. ആമേൻ സ്തോത്രം. they walk by spirit. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് നമ്മെ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട്, വാക്ക് ബൈ സ്പിരിറ്റ്. ആമേൻ. ആത്മാവിൽ നടക്കുക. ചേർന്ന് പറഞ്ഞേ, ആത്മാവിൽ നടക്കുക. ദൈവമക്കൾ നടക്കേണ്ടത് തോന്നിയതുപോലെയല്ല, ദൈവമക്കൾ നടക്കേണ്ടത് ആത്മാവിലാണ്. കർത്താവിന്റെ സ്തോത്രം. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ആമേൻ റോമക്കാർക്ക് ലേഖനം എഴുതിയപ്പോൾ അതിന്റെ 8-ാമത്തെ അധ്യായം 14-ാമത്തെ തിരുവചനത്തിൽ പറയുകയാണ്, ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ മക്കളത്രേ. ഇന്ന് രാത്രി ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുന്ന എത്ര പേരുണ്ട് ഇതിന്റെ അകത്ത്? കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. നീ നടക്കേണ്ടത് നിന്റെ ഇഷ്ടത്തിനല്ല, നീ നടക്കേണ്ടത് പിശാചിന്റെ ഇഷ്ടത്തിനല്ല, നീ നടക്കേണ്ടത് നാട്ടുകാരുടെ ഇഷ്ടത്തിനല്ല, നീ നടക്കേണ്ടത് ദൈവത്തിന്റെ ആത്മാവിന്റെ ഇഷ്ടത്തിലാ. ആമേൻ. ഹല്ലേലൂയ. കർത്താവിന്റെ വചനം പറയുകയാ, ആത്മാവിനാൽ നടത്തപ്പെടുന്നവരെല്ലാം. ഇന്ന് രാത്രി മേഘത്തിന്റെ കീഴിൽ എങ്ങനെ നടക്കാമെന്നാ പഠിക്കാൻ പോകുന്നേ. ഇന്ന് രാത്രി മേഘത്തിന്റെ കീഴിൽ നടക്കുന്നവന്റെ പ്രത്യേകതയാ പഠിക്കാൻ പോകുന്നേ. ദൈവത്തിന്റെ വചനം പറയുന്നു, പിതാക്കന്മാർ മേഘത്തിൽ സ്നാനമേറ്റു, പിതാക്കന്മാർ സമുദ്രത്തിൽ സ്നാനമേറ്റു, അവരെ അനുഗമിച്ച പാറ അത് ക്രിസ്തുവായിരുന്നു. കർത്താവിന്റെ സ്തോത്രം. ഒന്നുകൂടി വായിക്കാമോ? കർത്താവിന്റെ സ്തോത്രം. കൊരിന്ത്യർ ലേഖനം 10-ാമത്തെ അധ്യായം ആമേൻ സ്തോത്രം 3-4 വാക്യങ്ങൾ ഒന്ന് വായിക്കാമോ? പെട്ടെന്ന്. എല്ലാവരും ചേർന്ന് പറഞ്ഞേ, ആ പാറ ക്രിസ്തുവായിരുന്നു. ഇന്ന് രാത്രി അവൻ യുഗങ്ങളുടെ പാറയായിരിക്കുന്ന ക്രിസ്തു ഇതിന്റെ അകത്ത് അവൻ ഈ ആലയത്തിന്റെ അകത്ത് നടകൊള്ളുകയാ. അവൻ ദൈവത്തിന്റെ വചനം പറയുകയാ, അവരെ അനുഗമിച്ച പാറ. ദൈവമക്കളെ, നിങ്ങൾ എവിടെ ആയിരുന്നാലും നിങ്ങളെ അനുഗമിക്കുന്ന ഒരു പാറയുണ്ട്. അവന്റെ പേരാണ് നസ്രായനായിരിക്കുന്ന യേശു കർത്താവ്. ദൈവത്തിന്റെ വചനം പറയുകയാ, ആമേൻ സ്തോത്രം, അവരെ അനുഗമിച്ച പാറ അത് ക്രിസ്തുവായിരുന്നു. കർത്താവിന്റെ സ്തോത്രം. അപ്പൊ പഴയ നിയമത്തിനകത്ത് ആമേൻ സ്തോത്രം ദൈവത്തിന്റെ മക്കൾ നടന്നുകൊണ്ടിരുന്നപ്പോൾ അവരുടെ കൂടെ ആരുണ്ടായിരുന്നു? യേശു ഉണ്ടായിരുന്നു. ആമേൻ. അങ്ങനെയല്ലേ 4-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്? ഇതിന് ഡിസ്പ്ലേ വരുന്നില്ലയോ? കർത്താവിന്റെ സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന്റെ സ്തോത്രം. ആമേൻ. ഒരേ ആത്മീകാഹാരം തിന്നു, എല്ലാവരും ഒരേ ആത്മീക പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീക പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു. ദൈവമക്കളുടെ കൂടെ ക്രിസ്തു ഉണ്ടാകും.
അത് പഴയ നിയമത്തിലായിരുന്നാലും പുതിയ നിയമത്തിലായാലും. ദൈവമക്കൾ എന്നാണോ പേര്, നിന്റെ കൂടെ ആരുണ്ടെന്നറിയാമോ? അമ്മച്ചിയുണ്ടെന്നോ? കർത്താവിന് സ്തോത്രം. നിന്റെ കൂടെ ക്രിസ്തുവുണ്ട്. പറഞ്ഞേ, നിന്റെ കൂടെ ക്രിസ്തുവുണ്ട്. അത് മരുഭൂമിയിലാണെങ്കിലോ ആമേൻ ക്രിസ്തുവുണ്ട്. കർത്താവിന് സ്തോത്രം. ദൈവമക്കൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ആമേൻ സ്തോത്രം പച്ചപ്പുള്ള സ്ഥലത്തല്ല. കർത്താവിന് സ്തോത്രം. വാഗ്ദത്ത ദേശത്തേക്ക് നടക്കുമ്പോൾ മരുഭൂമിയുണ്ട്. വാഗ്ദത്ത ദേശത്തേക്ക് നടക്കുമ്പോൾ പ്രതികൂലങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്. പക്ഷെ അവിടെയെല്ലാം ആരുണ്ട്? അവരെ അനുഗമിച്ച പാറയുണ്ട്. അത് യേശു ക്രിസ്തുവാ. ഇന്ന് രാത്രി കരയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓർത്തോ, ആമേൻ സ്തോത്രം, മുറുകെ പിടിച്ച ഒരു കരമുണ്ട്. കർത്താവിന് സ്തോത്രം. യേശു ക്രിസ്തു നമ്മുടെ കൂടെ ഉണ്ടെന്ന കർത്താവിന് സ്തോത്രം. മേഘത്തിന്റെ കീഴെ അവർ നടക്കുകയാണ്. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് പറയുക, ദൈവത്തിന്റെ ആത്മാവിനാലാണെങ്കിൽ, മേഘത്താലാണ് നടത്തപ്പെടുന്നതെങ്കിൽ, ആമേൻ സ്തോത്രം. നമ്മൾ പഴയ നിയമം പഠിക്കുമ്പോൾ നമുക്ക് കാണാം, മേഘം നിൽക്കുമ്പോൾ അവർ നിൽക്കും. കർത്താവിന് സ്തോത്രം. നടത്തപ്പെടുന്നത് മേഘത്താലാണ്. ആമേൻ സ്തോത്രം. തീരുമാനിക്കുന്നത് മേഘമാണ്. ആമേൻ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? കർത്താവിന് സ്തോത്രം. ആമേൻ സ്തോത്രം. പൗലോസ് പഠിപ്പിക്കുക, ആമേൻ, ആത്മാവിനാൽ നടത്തപ്പെടുന്നവർ ദൈവത്തിന്റെ മക്കളാണ്. ആത്മാവിനാൽ നടത്തപ്പെടുന്നത് എന്താണെന്നാ ഇന്ന് രാത്രി പഠിക്കാൻ പോകുന്നത്. കർത്താവിന് സ്തോത്രം. ആമേൻ. ആമേൻ. Those who are led by the Holy Spirit. ആമേൻ. പരിശുദ്ധ ആത്മാവിനാൽ നടത്തപ്പെടുന്നവർ. കർത്താവിന് സ്തോത്രം. നമുക്ക് ഒന്ന് രണ്ട് വാക്യങ്ങൾ വായിക്കാം, എന്നിട്ട് അതിനുശേഷം ആമേൻ സ്തോത്രം പരിശുദ്ധ ആത്മാവിനെ ആശ്രയിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. കർത്താവിന് സ്തോത്രം. വായിച്ചാട്ടെ ഗലാത്യ ലേഖനം 5-ാമത്തെ അധ്യായം, ആമേൻ, അതിന്റെ 16-ാമത്തെ തിരുവചനം ഒന്ന് വായിച്ചാട്ടെ. ആമേൻ. The book of Galatians chapter 5 verse number 16. കർത്താവിന് സ്തോത്രം. ഗലാത്യ ലേഖനം 5-ാമത്തെ അധ്യായം അതിന്റെ 16-ാമത്തെ തിരുവചനം വായിച്ചാട്ടെ. ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ, ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയില്ല. കർത്താവിന് സ്തോത്രം. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് വാക്ക് ഇൻ ദ സ്പിരിറ്റ്. എല്ലാവരും ഒന്ന് ചേർന്ന് പറഞ്ഞേ. ഇംഗ്ലീഷ് അറിയാൻ പാടില്ല, അത് പറയാൻ ബുദ്ധിമുട്ടില്ലല്ലോ. കർത്താവിന് സ്തോത്രം. വാക്ക് ഇൻ ദ സ്പിരിറ്റ്. കർത്താവിന് സ്തോത്രം. ഞാൻ ആത്മാവിൽ നടക്കാൻ വിളിക്കപ്പെട്ടവനാണ്. ദൈവത്തിന്റെ വചനം പറയുക, ആത്മാവിൽ നടക്കുന്നവർ ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിറവേറ്റുകയില്ല. കർത്താവിന് സ്തോത്രം. പ്രിയമുള്ളവരെ, ഈ ആത്മാവിൽ നടക്കുന്നവന് ഒരു പ്രത്യേകതയുണ്ട്. കർത്താവിന് സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. അവൻ ആത്മാവിനെ അനുസരിക്കുന്നവനാണ്. വാക്ക് ബൈ ദ സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ, ആമേൻ സ്തോത്രം, ഇംഗ്ലീഷിൽ വാക്ക് ബൈ ദ സ്പിരിറ്റ് എന്ന് എഴുതിയിരിക്കുന്നത്, ആമേൻ സ്തോത്രം, മലയാളത്തിനകത്ത് വിശദീകരിച്ച് എഴുതിയിരിക്കുക ആത്മാവിനെ അനുസരിച്ച് നടക്കുക. കർത്താവിന് സ്തോത്രം. വീണ്ടും അതിന്റെ 18-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. കർത്താവിന് സ്തോത്രം. വായിച്ചോട്ടെ. കർത്താവിന് സ്തോത്രം. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നു എങ്കിൽ, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരല്ല. കർത്താവിന് സ്തോത്രം. പ്രിയമുള്ളവരെ, ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നു എങ്കിൽ, കർത്താവിന് സ്തോത്രം. പ്രിയമുള്ളവരെ, അപ്പോൾ ആത്മാവിനെ അനുസരിച്ച് നടക്കാതിരിക്കാം. ആമേൻ. എൻ്റെ കൂടെ ഉണ്ടോ? ഇന്ന് രാത്രി നമ്മൾ ചിലതെല്ലാം ഒരുമിച്ച് പഠിക്കുക. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ആത്മാവിനെ അനുസരിച്ച് നടക്കാം, അനുസരിക്കാതെ നടക്കാം. അനുസരിച്ച് നടന്ന നിങ്ങൾ ജഡത്തിന്റെ പ്രത്യേകത, ആമേൻ, ആമേൻ, ഇഷ്ടത്തെ നിറവേറ്റുകയില്ല. കർത്താവിന് സ്തോത്രം. ആമേൻ. ആമേൻ സ്തോത്രം. ആമേൻ. നമുക്കിങ്ങനെ ചൊറിഞ്ഞു വരത്തില്ല ചിലപ്പോ. ആമേൻ സ്തോത്രം. വിഷയമൊക്കെ ഉണ്ടാവും, പ്രയാസമൊക്കെ ഉണ്ടാവും. രണ്ട് പറഞ്ഞില്ലെങ്കിൽ ഒരു സ്വസ്ഥതയില്ല. കർത്താവിന് സ്തോത്രം. രണ്ട് കൊടുത്തില്ലെങ്കിൽ, ആമേൻ സ്തോത്രം, ഒരു സമാധാനമില്ല. കർത്താവിന് സ്തോത്രം. ദൈവത്തിന്റെ വചനം പറയുക, ആത്മാവിനെ അനുസരിച്ച നീ ജഡത്തിന്റെ ഇഷ്ടം നിറവേറ്റുന്നില്ല. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ചിലതൊക്കെ ക്രൂശിക്കേണ്ടി വരും. ആമേൻ സ്തോത്രം. നിന്റെ ജഡത്തിന്റെ ഈഗോ ഉണ്ടല്ലോ, അത് ചിലപ്പോൾ ക്രൂശിക്കേണ്ടി വരും. ആമേൻ. ഉപവാസമുള്ള സമയത്താ ബിരിയാണിക്ക് ഒരാൾ ഫ്രീ ആയിട്ട് ഓഫർ ചെയ്തേ. എന്നാ പിന്നെ അടുത്ത ദിവസം ആമേൻ ഓഫർ എടുക്കുക. ആമേൻ. ആമേൻ സ്തോത്രം. ഫാസ്റ്റിംഗ് എടുക്കാന്ന് വിചാരിക്കരുത്. സ്തോത്രം. ഹല്ലേലൂയ. ജഡത്തിന്റെ ഇഷ്ടത്തെ ആത്മാവിനാൽ ജയിക്കണം. കർത്താവിന് സ്തോത്രം. ആത്മാവിനെ അനുസരിച്ച് നടക്കണം. ആത്മാവിനെ അനുസരിച്ച് നടന്ന ജഡത്തിന്റെ ഇഷ്ടം നിറവേറ്റത്തില്ല. അപ്പൊ ഒന്നാമത്തെ ആൾക്കാര് ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന ഈ ആൾക്കാര്. ഈ 25-ാമത്തെ വാക്യം വായിക്കാം. ഗലാത്യ ലേഖനം 5-ാമത്തെ അധ്യായം 25-ാമത്തെ തിരുവചനം ഒന്ന് വായിക്കാം. കർത്താവിന് സ്തോത്രം. ആത്മാവിനാൽ നാം ജീവിക്കുന്നുവെങ്കിൽ, അപ്പോൾ അവിടെ വേറൊരു കൂട്ടരെ കുറിച്ച് പറഞ്ഞിരിക്കുക, ആത്മാവിനാൽ ജീവിക്കുന്ന ആൾക്കാര്. അവൻ സ്തോത്രം. ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത് എന്താണെന്നറിയാമോ? വി ലീവ് ഇൻ ദ സ്പിരിറ്റ്. കർത്താവിന് സ്തോത്രം. നമ്മൾ കേട്ടു, ലെഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്. അവൻ വാക്ക് ഇൻ ദ സ്പിരിറ്റ്. 25-ാമത്തെ വാക്യം പറയുക, ലീവ് ഇൻ ദ സ്പിരിറ്റ്. അവൻ ആത്മാവിൽ ജീവിക്കുന്ന ആൾക്കാർ. കർത്താവിന് സ്തോത്രം. എന്താ ഈ ആത്മാവിൽ ജീവിക്കുന്ന ആൾക്കാരുടെ പ്രത്യേകത?
ആമേൻ സ്തോത്രം. ഞാൻ വേഗം അങ്ങ് പറഞ്ഞു പോവുക. കർത്താവിന് സ്തോത്രം. റെഫറൻസ് ഒന്നും അധികം എടുക്കുന്നില്ല. കർത്താവിന് സ്തോത്രം. ദൈവത്തിന്റെ വചനം പറയുകയാണ്, അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ആമേൻ സ്തോത്രം ഭക്തന്മാരെ നോക്കി ഇങ്ങനെ ചോദിച്ചു, ആമേൻ സ്തോത്രം, നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ ആലയമാണെന്ന് നിങ്ങൾക്കറിയത്തില്ലേ? ആമേൻ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് ആമേൻ സ്തോത്രം നമ്മുടെ ചർച്ചിന്റെ ഗ്രൂപ്പിൽ ആമേൻ സ്തോത്രം ജോസ് പാസ്റ്റർ ഒരു പോസ്റ്റ് ഇട്ട്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. അതിന് വലിയ രസം തോന്നി. കർത്താവിന് സ്തോത്രം. ആമേൻ. പല സഭകളെ കുറിച്ചുള്ള ആമേൻ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ചില കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്ന കർത്താവിന് സ്തോത്രം. ചിലയിടത്ത് ഗ്രൂപ്പുകളെയും ചിലയിടത്ത് അടിയും ബഹളവും ഒക്കെ ആയിരുന്നു. ഇതൊക്കെ തിരുവചനത്തിനകത്തുണ്ട്. കർത്താവിന് സ്തോത്രം. എന്നാലും അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് അവരെ വിളിക്കുന്നത് എന്താണെന്നറിയാമോ? നിങ്ങളുടെ വിശുദ്ധന്മാരെ, കൊരിന്തിലെ വിശുദ്ധന്മാരെ, നിങ്ങളുടെ വിശുദ്ധ കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യുക. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. പറഞ്ഞു വരുമ്പോൾ പ്രശ്നങ്ങളുള്ള സ്ഥലമാ. ആമേൻ സ്തോത്രം. നേരെ ചൊവ്വേ ജീവിക്കുന്ന ആൾക്കാരല്ല. പക്ഷെ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് അവരെ വിളിക്കുന്നത് വിശുദ്ധന്മാരെ എന്നാ. കാരണം എന്താണെന്നറിയാമോ? കാരണം എന്താണെന്നറിയാമോ? ഒരു ദിവസം നിന്റെ ഹൃദയം നീ കർത്താവിന് കൊടുത്തില്ലേ? ഒരു ദിവസം നീ പറഞ്ഞില്ലേ യേശു എന്റെ രക്ഷകനാണെന്ന്? ഒരു ദിവസം നീ പറഞ്ഞില്ലേ ഈ ദൈവം ആമേൻ എന്റെ ദൈവം എന്ന് പറഞ്ഞില്ലേ? കർത്താവിന് സ്തോത്രം. അന്ന് നിന്റെ അകത്തൊരു വീണ്ടും ജനനം നടന്നിരിക്കുക. അന്ന് നിന്റെ അകത്തൊരു പരിശുദ്ധ ആത്മാവിന്റെ ആമേൻ വാസം ആരംഭിച്ചതാ. കർത്താവിന് സ്തോത്രം. ആമേൻ. അന്ന് ആമേൻ എഫെസി ലേഖനം 2-ാമത്തെ അധ്യായത്തിനകത്ത് ആമേൻ നമ്മൾ വായിച്ചു കേൾക്കുന്ന അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നമ്മെയും അവൻ ഉയർപ്പിച്ചു എന്നെഴുതിയിരിക്കുന്ന വചനം പോലെ ആമേൻ സ്തോത്ര പാപത്തിൽ മരിച്ചവരായിരുന്ന നമുക്ക് ജീവൻ തന്നതാ. കർത്താവിന് സ്തോത്രം. ആമേൻ. യേശുവിൽ വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? കർത്താവിന് സ്തോത്രം. യേശു എന്റെ രക്ഷകനാണെന്ന് പറയുന്ന എത്ര പേരുണ്ട്? യേശു എന്റെ ദൈവമാണെന്ന് പറയുന്ന എത്ര പേരുണ്ട്? ഇന്ന് രാത്രി നിന്റെ വിശ്വാസം വൃഥാവല്ല പ്രിയമുള്ളവരെ. കർത്താവിന് സ്തോത്രം. നിന്റെ വിശ്വാസത്തിന്റെ മേൽ പണിയപ്പെട്ടത് ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. നിന്റെ നിത്യജീവന്റെ ഓഹരി. കർത്താവിന് സ്തോത്രം. നിന്നെ വിളിച്ചത് ആമേൻ സ്വർഗത്തിലെ ദൈവം ചിലത് നിനക്ക് തരാൻ വേണ്ടിയാ. ആത്മാവിൽ ജീവിക്കുന്നവർ, ചേർന്ന് പറഞ്ഞേ, ആത്മാവിൽ ജീവിക്കുന്നവർ. ആത്മാവിൽ ജീവിക്കുന്നവരുടെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ആമേൻ സ്തോത്രം. അവരുടെ പ്രത്യേകത, അവരുടെ ആമേൻ സ്തോത്രം ആകെയുള്ള കൈമുതൽ എന്ന് പറയുന്നത്, ആത്മാവിൽ ജീവിക്കുവാൻ അവർക്ക് ആകെയുള്ള കൈമുതൽ എന്ന് പറയുന്നത് യേശുവിലുള്ള വിശ്വാസമാ. കർത്താവിന് സ്തോത്രം. ഇന്നലെകളെ നോക്കിയാൽ ആമേൻ സ്തോത്രം നല്ലതൊന്നും കാണാനില്ല. നിങ്ങൾക്ക് മനസ്സിലായില്ല അല്ലേ? നാട്ടുകാരോട് ചോദിച്ചാൽ അയ്യോ മനോജ് ആമേൻ, ഓ അവന്റെ കാര്യം പറയാതിരിക്കുന്ന നല്ലതെന്ന് ചിലപ്പോൾ പറയും. സാക്ഷ്യം പോയിട്ട് നാളുകളായി. ആമേൻ. നാട്ടുകാരോട് ചോദിച്ചാൽ വെടക്കെന്ന് പറയും. വീട്ടുകാരോട് ചോദിച്ചാൽ അവന്റെ കാര്യം എന്നോട് പറയണ്ടെന്ന് പറയും. പക്ഷെ ഒരു നാളിൽ നീ യേശുവിനെ കണ്ടപ്പോൾ, നീ അവന്റെ മുന്നിൽ ജീവൻ കൊടുത്തെങ്കിൽ, നീ എന്റെ രക്ഷകനാണെന്ന് വായി കൊണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അന്നു നിന്റെ ഡെസ്റ്റിനി ചേഞ്ച് ആയതാ. ആമേൻ. അന്ന് നിന്റെ അഡ്രസ് സ്വർഗം മാറ്റിയതാ. ആമേൻ. കർത്താവിന് സ്തോത്രം. ഇന്നലെ ആർക്കും വേണ്ടാത്ത നിന്നെ സ്വർഗം വിളിച്ചു പറയുക, നീ എന്റെ പൈതലാ. വായിച്ചാട്ടെ. ആമേൻ. യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം 12-ാമത്തെ തിരുവചനം വിളിച്ചു പറയുക. Amen. For as many as received him, even to them who believe in the name of Jesus, he gave the right to become the children of God. മലയാളത്തിൽ ഒന്ന് വായിച്ച കർത്താവിന് സ്തോത്രം. അവനെ കൈക്കൊണ്ട്, ആരെ കൈക്കൊണ്ട്? യേശുവിനെ കൈക്കൊണ്ട്. അവൻ അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക്. കർത്താവിന് സ്തോത്രം. ഇന്നലെ എന്തായിരുന്നു എന്ന് ആമേൻ സ്തോത്രം സുവിശേഷം നിന്നോട് ചോദിക്കത്തില്ല. ഇന്നലെ നീ ആരായിരുന്നു എന്ന് സ്വർഗത്തിന് അറിയേണ്ട ആവശ്യമില്ല. പ്രിയമുള്ളവരെ, ഞാൻ എപ്പോഴും പ്രസംഗിക്കാറുള്ള ഒരു കാര്യമാണ്. ആമേൻ സ്തോത്രം. ജയിലറയിൽ രക്ഷിക്കപ്പെട്ട ഒത്തിരി പേർ, ജയിലിൽ ക്രിമിനൽസാ, തല്ലി കൊന്നേച്ചൊക്കെ വന്ന് കിടക്കുന്ന ആൾക്കാരാ. ആമേൻ. പിടിച്ചു പറിക്കാരാ, മോഷ്ടാക്കളാ, അങ്ങനത്തെ കൂടിയ കുറ്റം ചെയ്ത പല പുള്ളികളുമുണ്ട്. പക്ഷെ യേശുവിനെ കുറിച്ച് കേട്ടപ്പോ അന്ന് രാത്രി അല്ലെങ്കിൽ അന്ന് പകൽ അവർ യേശുവിനെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിച്ചു. അന്ന് ഹൃദയത്തിനകത്തൊരു പരിച്ഛേദന വരികയാ. അന്ന് വരെ ഉണ്ടായിരുന്ന അവന്റെ ആമേൻ ആമേൻ സ്തോത്ര കല്ലുപോലുള്ള ഹൃദയം മാംസളമാകാൻ തുടങ്ങുകയാ. കർത്താവിന് സ്തോത്രം. ഇന്നലെ കുറിച്ച് അവൻ സ്തോത്രം അവന് പാപബോധ്യം ഉണ്ടാവുകയാ. കർത്താവിന് സ്തോത്രം. അവന്റെ ജീവിതം മാറുകയാ. കാരണം എന്താണെന്ന് അറിയാമോ? അവൻ സ്തോത്രം they are living in the spirit. കർത്താവിന് സ്തോത്രം. യേശുവിൽ വിശ്വസിച്ചപ്പോ കർത്താവിന് സ്തോത്രം നിന്റെ അകത്തൊരു ജനനം നടക്കുകയാ. നിന്റെ അകത്തൊരു പുതിയ സൃഷ്ടി ഉണ്ടായി വരികയാ. കർത്താവിന് സ്തോത്രം. ആകയാൽ ക്രിസ്തു യേശുവിലുള്ളവൻ
ഒരു പുതിയ സൃഷ്ടിക്കുക. പഴയത് കഴിഞ്ഞുപോയി. All things are passed away. Amen. സ്തോത്രം. Hallelujah. He is a new creation. കർത്താവിന് സ്തോത്രം. കർത്താവിന് സ്തോത്രം. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ വണ്ടിയൊക്കെ ഇങ്ങനെ മോഡിഫൈ ചെയ്ത കുഞ്ഞുങ്ങളൊക്കെ കൊണ്ട് നടക്കും. യുവാക്കളൊക്കെ അവൻ വാഹനം മേടിച്ചാൽ ആദ്യത്തെ പണി അതിനെ മോഡിഫൈ ചെയ്യുക, കർത്താവ് ഓൾട്ടർ ചെയ്യുക. കർത്താവിന് സ്തോത്രം. പ്രിയമുള്ളവർ, ഇവിടെ പറഞ്ഞിരിക്കുന്നു ഓൾട്ടറേഷനെ കുറിച്ചല്ല. അവൻ രൂപത്തിന്റെ മാറ്റം വരുത്തി എന്നല്ല, പിന്നെയോ അവൻ സ്തോത്രം ഒരു പുതിയ സൃഷ്ടി. പറഞ്ഞേ, ഒരു ബ്രാൻഡ് ന്യൂ ക്രിയേഷൻ. കർത്താവിന് സ്തോത്രം. ഒരു പുതിയ സൃഷ്ടി. ഇന്ന് രാത്രി യേശുവിനെ നീ രക്ഷിതാവായിട്ട് സ്വീകരിച്ചില്ലെങ്കിൽ ഇന്ന് രാത്രി നിന്റെ ഹൃദയം യേശുവിന് കൊടുത്തോണം. കർത്താവിന് സ്തോത്രം. നീ ഒരു പുതിയ സൃഷ്ടിയായിട്ട് മാറും. നിന്റെ ജീവിതം മാറുവാനായിട്ട് ഇടയാകും. കഴിഞ്ഞ നാളുകളിൽ ആർക്കും വേണ്ടാതിരുന്ന നിന്നെ അവൻ സ്തോത്രം സ്വർഗത്തിലെ ദൈവം എനിക്ക് വേണമെന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കും. കർത്താവിന് സ്തോത്രം. ഇന്ന് രാത്രി അവൻ സ്തോത്രം ശ്രദ്ധിച്ച് കേട്ടാട്ട്, യേശുവിനെ നീ സ്വീകരിച്ചപ്പോ, യേശുവിനെ നീ ആക്സെപ്റ്റ് ചെയ്തപ്പോ, യേശുവിനെ നീ വേണമെന്ന് പറഞ്ഞപ്പോ ദൈവത്തിന്റെ വചനം പറയുക, നിന്റെ ജീവിതം യേശുവിൽ ആത്മാവിനാൽ നടക്കാൻ തുടങ്ങി. നിന്റെ ജീവിതം ഇപ്പോൾ ആത്മാവില. കർത്താവിന് സ്തോത്രം. അതിന്റെ പേരാണ് ലീവ് ബൈ സ്പിരിറ്റ്, ലീവ് ഇൻ ദ സ്പിരിറ്റ്. കർത്താവിന് സ്തോത്രം. ആമേൻ, ആമേൻ. ദൈവത്തിന്റെ ആത്മാവ്. കർത്താവിന് സ്തോത്രം. അപ്പൊ അകൃത്യങ്ങളാൽ മരിച്ചവനായിരുന്നു, മരണം, ഡെത്ത്. കർത്താവിന് സ്തോത്രം. ആമേൻ. ഡൈ. കർത്താവിന് സ്തോത്രം. ആമേൻ. അതുപോലെ തന്നെ ലീവ്. കർത്താവിന് സ്തോത്രം. ആമേൻ. ദ ലീവ് ഇൻ ദ സ്പിരിറ്റ്, ലീവ് ബൈ ദ സ്പിരിറ്റ്. കർത്താവിന് സ്തോത്രം. അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നിനക്ക് കർത്താവിന് സ്തോത്രം സ്വർഗത്തിലെ ദൈവം ജീവൻ നൽകുകയാ. ലീവ് ബൈ ദ സ്പിരിറ്റ്. എന്റെ കൂടെ ഉണ്ടോ? കർത്താവിന് സ്തോത്രം. കർത്താവിന് സ്തോത്രം, 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 സ്തോത്രം. അകൃത്യങ്ങളാൽ മരിച്ചതായിരുന്നു. കർത്താവിന് സ്തോത്രം. നാട്ടുകാരോട് ചോദിച്ചാൽ കൊള്ളത്തില്ലെന്ന് പറയും. കർത്താവിന് സ്തോത്രം. യേശുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചപ്പോ അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നിനക്ക് അവൻ അവന്റെ ജീവൻ തന്നു. കർത്താവിന് സ്തോത്രം. ഇപ്പോൾ ആയിരിക്കുന്നത് ആമേൻ 5:25 ആമേൻ ഗലാത്യ ലേഖനം 5:25 പറയുക. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ലീവ് ബൈ ദ സ്പിരിറ്റ്. കർത്താവിന് സ്തോത്രം. എന്താ എഴുതിയിരിക്കുന്നത്? ആമേൻ. ആത്മാവിനാൽ നാം ജീവിക്കുന്നു. ചേർന്ന് പറഞ്ഞ, ആത്മാവിനാൽ ജീവിക്കുന്നു. കർത്താവിന് സ്തോത്രം. ആത്മാവിനാൽ ജീവിക്കുന്നു എങ്കിലോ ആത്മാവിനെ അനുസരിച്ച് നടക്കണം. അപ്പൊ പറഞ്ഞേ, ആത്മാവിനാൽ ഞാൻ ജീവിക്കുന്നു, ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നു. കർത്താവിന് സ്തോത്രം. ആത്മാവിനാൽ ജീവിക്കുന്നത് സ്വർഗം നിന്റെ വിശ്വാസത്തിന്റെ മേൽ പണിതതാ, നിനക്ക് ദാനമായി തന്നതാ. എന്റെ കൂടെ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. കർത്താവിന് സ്തോത്രം. ആമേൻ. യേശുവിൽ വിശ്വസിച്ചപ്പോൾ നീ ആത്മാവിൽ ജീവിക്കാൻ തുടങ്ങി. കർത്താവിന് സ്തോത്രം. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നത് പക്ഷേ ആമേൻ സ്തോത്രം നിന്റെ പാർട്ടാ, അതെന്റെ പാർട്ടാ. കർത്താവിന് സ്തോത്രം. ആമേൻ. നമുക്ക് വേണമെങ്കിൽ അനുസരിക്കാം, അനുസരിക്കാതിരിക്കാം. ആരാ ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്നവർ? ആരാ ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്നവർ? ആത്മാവിൽ ജീവിക്കുന്നവർ, ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവർ. ഒരാമേൻ പറയാമോ? ഒരാമേൻ പറയാമോ? കർത്താവിന് സ്തോത്രം. ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം അവൻ നമ്മുടെ ഡെസ്റ്റിനിയെ മാറ്റാൻ പോകുക. അവൻ ഹല്ലേലൂയ. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 32-ാമത്തെ അധ്യായം അതിന്റെ 8-ാമത്തെ തിരുവചനത്തിനകത്ത് ഇങ്ങനെ ഒരു വാക്യമുണ്ട്. എന്താണെന്ന് അറിയാമോ? I will instruct your ways, I will guide you with my own eyes. ഞാൻ എനിക്ക് ആമേൻ സ്തോത്രം നിനക്ക് ദൃഷ്ടി വെച്ച്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. വായിക്കാമാണെങ്കിലും ദൈവത്തിന്റെ വചനം പറയുക. ആമേൻ സ്തോത്രം. ഞാൻ നിന്നെ നടത്തും. കർത്താവിന് സ്തോത്രം. ഞാനാ നിന്നെ നടത്താൻ പോകുന്നേ. ആത്മാവിൽ നടത്തപ്പെടുന്നവരുടെ പ്രത്യേകത ആമേൻ സ്തോത്രം, ഒരു ഡിസിഷൻ എടുക്കേണ്ട സമയത്ത് അവൻ കറങ്ങത്തില്ല. കർത്താവിന് സ്തോത്രം. അവൻ ആലോചന പറഞ്ഞു തരുന്നത് സ്വർഗമാണ്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. നീ ആയിരിക്കുന്ന വിഷയത്തിന്റെ അകത്ത് അവൻ അവന്റെ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. ആമേൻ. ആത്മാവിൽ നടത്തപ്പെടും. പറഞ്ഞേ, ആത്മാവിൽ നടത്തപ്പെടുന്ന ഞാൻ ആമേൻ സ്തോത്രം ആലോചന പ്രാപിക്കുന്നത് എന്റെ അമ്മാച്ചന്റെ അടുത്ത് നിന്നല്ല, പിന്നെയോ സ്വർഗത്തിലെ തമ്പുരാനിൽ നിന്നാ. ദൈവത്തിന്റെ വചനം പറയുക. ആമേൻ സ്തോത്രം. I will instruct my way, ആമേൻ your ways. കർത്താവിന് സ്തോത്രം. ഞാൻ നിനക്ക് ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തരും. ഞാൻ നിന്റെ വഴി കാണിച്ചു തരും. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ഒരു വഴി വരുമ്പോ ആമേൻ സ്തോത്രം ഹല്ലേലൂയ സ്വർഗം കാണിച്ചു തരും. കർത്താവിന് സ്തോത്രം. പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുന്ന പറഞ്ഞേ, ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്നവർ. ചേർന്ന് പറഞ്ഞേ, ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്നവർ ആമേൻ ദൈവത്തിന്റെ ജീവനിലായിരിക്കുന്നവരാണ്. ആമേൻ. they live in the spirit. കർത്താവിന് സ്തോത്രം. അവർ ആത്മാവിലായിരിക്കുന്നവരാണ്. അവർ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവരാണ്.
കർത്താവിന് സ്തോത്രം. അപ്പൊ ദൈവത്തെ അനുസരിച്ച് നടക്കുന്നവൻ, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ ദൈവത്തിൽ ജീവിക്കുന്നവർ, അവൻ ദൈവത്തിൽ ജീവിക്കുന്നവർ, ആമേൻ ലീവ് ഇൻ ദ സ്പിരിറ്റ്. കർത്താവിന് സ്തോത്രം. അവരുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? അവർക്ക് സ്വർഗത്തിലെ തമ്പുരാൻ ആലോചന പറഞ്ഞു കൊടുക്കും. നിങ്ങൾക്ക് സന്തോഷമുണ്ടോ? എനിക്ക് വലിയ സന്തോഷമാണ്. ഞാൻ തീരുമാനം എടുക്കാൻ ഭയങ്കര ആമേൻ അറിയാൻ പാടില്ലാത്ത ആളാണ്. പക്ഷെ ഇപ്പോൾ ആണെങ്കിൽ ടപ്പ് ടപ്പ് എന്ന് പറഞ്ഞിട്ട് തീരുമാനങ്ങളാണ്. ആമേൻ സ്തോത്രം. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ആമേൻ സ്തോത്രം തീരുമാനമായി. ആമേൻ അറ്റ്ലീസ്റ്റ് ചർച്ചിന്റെ കാര്യമെങ്കിലും. കർത്താവിന് സ്തോത്രം. പ്രിയമുള്ളവർ, എന്താ കാര്യം എന്നറിയാമോ? കർത്താവിന് സ്തോത്രം. ഇപ്പൊ എന്റെ ആലോചനയല്ല, ഞാൻ അതിനങ്ങൾ മാറ്റിവെച്ചു. ഒരു പൊട്ടനെ പോലെ ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, ദൈവത്തിൽ നിന്ന് ചിലത് കേട്ട അന്നേരം തന്നെ ഇറങ്ങി പുറപ്പെടാനായിട്ട് അങ്ങ് തീരുമാനിക്കുക. കർത്താവിന് സ്തോത്രം, ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? നിന്റെ ജീവിതത്തെ സ്വർഗത്തിലെ തമ്പുരാൻ കരം പിടിക്കുന്ന ദിവസമായി ഇന്നത്തെ ദിവസം. കർത്താവിന് സ്തോത്രം, ഹല്ലേലൂയ. ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ മക്കളാ. ആമേൻ സ്തോത്രം. യേശുവിന് ജീവിതം കൊടുത്തിട്ട് ആമേൻ സ്തോത്രം അതിന്റെ സന്തോഷം അനുഭവിക്കാതെ പോകരുത്. കർത്താവിന് സ്തോത്രം. അതിനകത്ത് വെച്ചിരിക്കുന്ന ആത്മീക അനുഗ്രഹങ്ങളെ പ്രാപിക്കാതെ പോകരുത്. ഒരു തീരുമാനം വരുമ്പോ ആമേൻ സ്തോത്രം, പലരും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. കർത്താവിന് സ്തോത്രം, പക്ഷേ ഞാൻ അന്നെടുത്ത തീരുമാനത്തിന്റെ പ്രശ്നമാണ് ഇന്ന് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒത്തിരി പേര് ഞാൻ എന്നെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, വിശ്വാസികളാണ്. കർത്താവിന് സ്തോത്രം. എന്താ കാര്യം എന്നറിയാമോ? കർത്താവിന് സ്തോത്രം, ഈ ആലോചന അവർക്ക് പ്രാപിക്കാൻ കഴിഞ്ഞില്ല. ദൈവത്തിന്റെ ആലോചന അവർക്ക് തിരിച്ചറിയുവാനായിട്ട് സാധിച്ചില്ല. കർത്താവിന് സ്തോത്രം. ദൈവത്തിന്റെ ആലോചന തിരിച്ചറിയണമെങ്കിൽ ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്നവരായിരിക്കണം. ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്നവരായിരിക്കണമെങ്കിൽ ഒന്ന്, നീ ഹൃദയം യേശുവിന് കൊടുത്തിട്ടുണ്ടാകണം. രണ്ട്, ആമേൻ സ്തോത്രം, നിന്റെ ജീവിതം ഒരു സറണ്ടേഡ് ജീവിതമായിരിക്കണം. സമർപ്പിക്കപ്പെട്ട ജീവിതം. ചേർന്ന് പറഞ്ഞ സമർപ്പിക്കപ്പെട്ട ജീവിതം. ആത്മാവ് നിന്നോട് എന്തെങ്കിലും പറഞ്ഞാൽ മറുത്തു നീ ചെയ്യത്തില്ല. ക്ഷമിക്കാൻ പറഞ്ഞാൽ അന്നേരം ക്ഷമിക്കും. കർത്താവിന് സ്തോത്രം. മറക്കാൻ പറഞ്ഞാൽ അന്നേരം മറക്കും. കയ്യിലൊന്നുമില്ലെങ്കിലും കൊടുക്കാൻ പറഞ്ഞു കൊടുക്കും. കാരണം എന്താണെന്നറിയാമോ? ആത്മാവിൽ നടത്തപ്പെടുക. ഇതിനൊന്നും ലോകത്തിനോട് ചോദിച്ച ഒരു മറുപടിയില്ല. എന്തിനാ അങ്ങനെ ചെയ്തേ? ഓ, എന്തിനാ അങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചാൽ എന്തു പറയാനാ? കർത്താവിന് സ്തോത്രം. ആത്മാവിൽ നടത്തപ്പെടുക. കർത്താവിന് സ്തോത്രം. ആത്മാവിൽ നടത്തപ്പെടുമ്പോ ചിലയിടത്ത് കുരിശെടുക്കേണ്ടി വരും. കർത്താവിന് സ്തോത്രം. എന്നാലും ആത്മാവിൽ നടത്തപ്പെടുക. ആത്മാവിൽ ജീവിക്കുന്ന, ആത്മാവിൽ നടത്തപ്പെടുന്ന നിനക്ക് ആമേൻ സ്തോത്രം, ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന നിനക്ക് ആമേൻ സ്തോത്രം ഒരു പ്രത്യേകതയുണ്ട്. ആത്മാവിനാൽ നീ നടത്തപ്പെടും എന്ന് പറഞ്ഞ ആലോചന സ്വർഗത്തിൽ നിന്ന് വരും. കർത്താവിന് സ്തോത്രം. എന്റെ കൂടെ ഉണ്ടോ? എന്തുകൊണ്ടാ പലപ്പോഴും നമുക്ക് തെറ്റിപ്പോകുന്നേ? ഞാൻ നിങ്ങളോട് പറഞ്ഞു, പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു തീരുമാനം, ഒരൊറ്റ തീരുമാനമാ പാസ്റ്ററെ എന്നെ ഈ പ്രശ്നത്തിൽ കൊണ്ട് എത്തിച്ചേ. കർത്താവിന് സ്തോത്രം. വർഷങ്ങൾക്ക് മുമ്പ് ആമേൻ സ്തോത്രം എനിക്ക് നല്ലൊരു ആമേൻ സ്തോത്രം അങ്കിൾ ഉണ്ടായിരുന്നു. ആമേൻ വിശ്വാസത്തിൽ വന്ന ആമേൻ ചർച്ചിലുണ്ടായിരുന്ന ഒരു അങ്കിൾ. കർത്താവിന് സ്തോത്രം. ആമേൻ സ്തോത്രം. രക്ഷയിൽ വരാനൊക്കെ ഞാൻ മുഖാന്തരമായതാ. ഒരു സുപ്രഭാതത്തിൽ ആമേൻ സ്തോത്രം സ്നാനപ്പെട്ടു. എല്ലാവരും സ്നാനപ്പെട്ടു. ആമേൻ സ്തോത്രം. വിശ്വാസത്തിൽ ഉറച്ചു ഭക്തന്മാരായിരിക്കുന്ന മനുഷ്യർ. ഒരു ദിവസം ആമേൻ അങ്കിൾ തീരുമാനിച്ചു കുറെ ബിസിനസ് അങ്ങ് തുടങ്ങിയേക്കാം. കർത്താവിന് സ്തോത്രം. ആമേൻ ചർച്ചിലുണ്ടായിരുന്ന വേറെ കുറെ ബിസിനസ്സുകാരും ഒക്കെ ആയിട്ട് ചേർന്ന് ആമേൻ സ്തോത്രം ഒരേ സമയം 2-3 ബിസിനസ് ഒറ്റയ്ക്ക് അങ്ങ് ആരംഭിച്ചു. എല്ലാം ബിസിനസ് അറിയാത്ത അങ്കിള് ആമ ടപ്പ് 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 എന്ന് പറഞ്ഞിട്ട് എല്ലാം പൊട്ടി. കർത്താവിന് സ്തോത്രം. നാട്ടുകാരും വീട്ടുകാരും ചോദിക്കുക, കർത്താവ് എന്തിനാ ഈ മനുഷ്യനെ ഇങ്ങനെ പീഡിപ്പിക്കുന്നേ? പ്രിയമുള്ളവരെ, അങ്കിളിനെ അറിയാവുന്ന എനിക്കത് പറയാൻ പറ്റത്തില്ല. അങ്ങേരെടുത്ത് ചാടിയിട്ട് ദൈവത്തിന് എന്ത് പറഞ്ഞിട്ട് എന്ത് കാര്യം? നല്ലൊരു ജോലി ഉണ്ടായിരുന്നിട്ട് ആമേൻ സ്തോത്രം അത് നോക്കി സന്തോഷമായിട്ട് ജീവിക്കേണ്ട സമയത്ത് ആമേൻ സ്തോത്രം കിട്ടിയതെല്ലാം കൂടി അറിയാൻ പാടില്ലാത്ത കാര്യത്തിനകത്ത് എടുത്തു ചാടി എല്ലാം പോയച്ചും ആമേൻ സ്തോത്രം ദൈവത്തെ നോക്കിയിരിക്കുക. കാരണം എന്താണെന്നറിയാമോ? ദൈവത്തിൽ നിന്നുള്ള ഒരു ആലോചന, ശരിയാമുള്ളൊരു നടത്തിപ്പ് ഇല്ലാതെ പോയി. കർത്താവിന്റെ സ്തോത്രം. ആമേൻ സ്തോത്രം. ഈ പുസ്തകത്തിലുള്ള വാഗ്ദത്തങ്ങൾ എനിക്കുള്ളതാ. പറഞ്ഞേ, ഈ പുസ്തകത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തങ്ങൾ എനിക്കുള്ളതാ. ആമേൻ ആമേൻ. ദൈവത്തിന്റെ വചനം പറയുക, സങ്കീർത്തനങ്ങൾ 32:8 പറയുക, ഐ വിൽ ഇൻസ്ട്രക്ട് യു. കർത്താവിന്റെ സ്തോത്രം. ഞാൻ നിന്നെ വഴി നടത്തും, ഞാൻ നിനക്ക് ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തരും. പ്രിയമുള്ളവര്, ഈ വാഗ്ദത്തം നമ്മുടെ മുമ്പിൽ ഇരിക്കുക. കർത്താവിന്റെ സ്തോത്രം. എന്നാൽ ആമേൻ സ്തോത്രം പരാജയപ്പെട്ടു പോകുവാനിടയായി. കാരണം എന്താണെന്നറിയാമോ? ആമേൻ സ്തോത്രം ആത്മാവിനാൽ നടത്തപ്പെട്ടില്ല. സ്വന്തം ഇഷ്ടത്താൽ എങ്ങനെയൊക്കെയോ തോന്നിയതുപോലെ എങ്ങനെയൊക്കെയായി അവസാനം കർത്താവിന്റെ കൃപയാൽ ഒരു കണക്കിന് ആമേൻ സ്തോത്രം രക്ഷപ്പെട്ടെന്ന് പറഞ്ഞാൽ മതി. കർത്താവിന്റെ സ്തോത്രം. പ്രിയമുള്ളവരെ, ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നവരും ആമേൻ സ്തോത്രം പ്രിയപ്പെട്ടവരോട് പറയട്ടെ, നമ്മളെ ദൈവത്തിന്റെ ആത്മാവിനാൽ നടത്തപ്പെടണം. നമ്മൾ ഓരോരുത്തരും ദൈവാത്മാവിനാൽ നടത്തപ്പെടണം.
സ്വർഗത്തിലെ ദൈവത്തിന്റെ ആലോചന തന്നെ നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടണം. കർത്താവിന് സ്തോത്രം. ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്നവർക്ക് ആമേൻ ഒരു പ്രത്യേകതയുണ്ട്. അവർ ദൈവത്തിന്റെ ആമേൻ സ്തോത്രം വാക്കുകളെ, വചനത്തെ, ആത്മാവിനെ അനുസരിക്കും. കർത്താവിന് സ്തോത്രം. ആമേൻ. ദൈവത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ ആമേൻ നമ്മൾ ആമേൻ സ്തോത്രം വേദപുസ്തകത്തിനകത്ത് പലയിടത്തും നമ്മൾ വായിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ആമേൻ സ്തോത്രം ആത്മാവിനെ കെടുത്തരുത്. ആമേൻ. ആത്മാവിനെ തുച്ഛീകരിക്കരുത്. Do not quench the Holy Spirit. Amen. Do not grieve the Holy Spirit. ദൈവത്തിന്റെ ആത്മാവിനെ വിഷമിപ്പിക്കരുത്, ദുഃഖിപ്പിക്കരുത്. കർത്താവിന് സ്തോത്രം. പല പ്രാവശ്യം അരുതെന്ന് പറഞ്ഞിട്ട് നീ പോയി ചെയ്യുമ്പോൾ ദുഃഖിക്കുന്ന ഒരു ആത്മാവ് നിന്റെ അകത്തുണ്ട്. ബിക്കോസ് യു ലീവ് ഇൻ ദ സ്പിരിറ്റ്. ആമേൻ. നീ യേശുവിന്റെ ജീവിതം കൂടെ എന്റെ കൂടെ എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? കൈകളൊന്ന് ഉയർത്തി. കർത്താവിന് സ്തോത്രം. മനസ്സിലാവുന്നതിന് മാത്രം ഉയർത്തിയാൽ മതി, അല്ലാത്തൊരു ഉയർത്തൽ പ്ലീസ്. കർത്താവിന് സ്തോത്രം. റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാ. കർത്താവിന് സ്തോത്രം. നീ യേശുവിന് ജീവിതം കൊടുത്തപ്പോ യു ലീവ് ഇൻ ദ സ്പിരിറ്റ്. ആമേൻ. ഹല്ലേലൂയ. അത് നിനക്ക് സൗജന്യമായിട്ട് ലഭിച്ചതാ. ബാക്ക് ഹിസ്റ്ററി നോക്കിയാ ജയിലിനകത്താ റിപ്പോർട്ട് കിടക്കുന്നേ. ഇവൻ പിടികിട്ട പുള്ളിയാ. കർത്താവിന് സ്തോത്രം. എന്നാ ക്രൂസൈഡ് ഗ്രൗണ്ടിനകത്ത് 2 കര ഉയർത്തി അവൻ കർത്താവിന് രക്ഷകൻ നാഥനുമായിട്ട് സ്വീകരിച്ചു. നിന്റെ പേര് മാറി, നിന്റെ അടിസ്ഥാനം മാറി, നിന്റെ അഡ്രസ് മാറി, നിന്റെ റിപ്പോർട്ട് മാറി. ആമേൻ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ നാട്ടിൽ പോയപ്പോൾ ആമേൻ സ്തോത്രം ഞാൻ ഓർക്കുന്നു. കർത്താവിന് സ്തോത്രം. ഒരു IPC ചർച്ചിന്റെ ഒരു മാസികത്തിനകത്ത് ആമേൻ സ്തോത്രം പ്രസംഗിക്കാൻ അവസരം കിട്ടി. പ്രസംഗിച്ചിറങ്ങിയപ്പോൾ ആമേൻ സ്തോത്രം ഒരു ദൈവദാസൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ആമേൻ സ്തോത്രം ദൈവദാസനെ എൻ്റെ ചർച്ചിൽ വരണം. എന്നിട്ട് അപ്പൊ ഞാൻ മുഖത്ത് നോക്കിയപ്പോൾ തന്നെ ഉണ്ട് ഒരു ഭീകര രൂപമാ. അദ്ദേഹം എന്നോട് പറഞ്ഞു ഞാൻ അവൻ കണ്ണൊക്കെ നിറഞ്ഞു നിൽക്കുക. കർത്താവിന് സ്തോത്രം. എന്നോട് പറഞ്ഞു, ഞാൻ ജയിലിനകത്ത് വർഷങ്ങൾ ജീവപര്യന്തവും അതേപോലെ കൂട്ടി ഏതാണ്ടും ശിക്ഷയൊക്കെ അനുഭവിച്ച് കഴിഞ്ഞ് ആമേൻ സ്തോത്രം ദൈവം എന്നെ വിടുവിച്ച് പുറത്തിറങ്ങി. ഇപ്പൊ ഞാൻ പാസ്റ്ററാ, എനിക്കൊരു സഭയുണ്ട്. കർത്താവിന് സ്തോത്രം. കണ്ണ് നിറഞ്ഞു നിൽക്കുക. ആമേൻ. എന്റെ കണ്ണ് നിറഞ്ഞിട്ടില്ല, അദ്ദേഹത്തിന്റെ കണ്ണ് നിറഞ്ഞു. കർത്താവിന് സ്തോത്രം. അദ്ദേഹത്തെ ദൈവം ഒരു നല്ല മനുഷ്യനാക്കി മാറ്റി. കാരണം എന്താണെന്നറിയാമോ? ലീവ് ഇൻ ദ സ്പിരിറ്റ്. Amen. Don't you know that you are the temple of the Holy God? അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ചോദിക്കുക, നിനക്കറിയാൻ മേലായോ നിന്റെ അകത്ത് പരിശുദ്ധാത്മാവ് ആമേൻ വസിക്കുന്നു എന്നറിയാൻ മേലേ? You live in the spirit. നീ യേശുവിന്റെ ആത്മാവിൽ ജീവിക്കുന്നവനാ. കർത്താവിന്റെ സ്തോത്രം. ആമേൻ. ദൈവാത്മാവിനാൽ നടത്തപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം? ആമേൻ സ്തോത്രം. യേശുവിന് ജീവിതം കൊടുക്കണം. എന്നാലേ നിന്റെ അകത്ത് യേശുവിന്റെ ജീവൻ വരത്തുള്ളൂ. കർത്താവിന് സ്തോത്രം. എന്നാലേ മാറ്റം തുടങ്ങത്തുള്ളൂ. രണ്ടാമത് എന്ത് ചെയ്യണം? ആത്മാവിനെ വാക്ക് ഇൻ ദ സ്പിരിറ്റ്. ആത്മാവിനെ അനുസരിച്ച് നടക്കണം. കർത്താവിന് സ്തോത്രം. നമ്മുടെ തീരുമാനം തെറ്റിപ്പോകുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? ആമേൻ സ്തോത്രം. ആത്മാവിനെ അനുസരിക്കാൻ പറ്റാത്തതുകൊണ്ടാ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ഇതെല്ലാം കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, ആമേൻ സ്തോത്രം, എന്നാ പിന്നെ അടുത്ത ദിവസം പോലെ എല്ലാം അങ്ങ് ചെയ്തേക്കാം. കർത്താവിന് സ്തോത്രം. ആത്മാവിനെ അനുസരിച്ച് നടന്നേക്കാം. അവൻ ഇനി മേല അവൻ സ്തോത്ര തോന്നിയാസത്തിനൊന്നും പോകത്തില്ല. പ്രിയമുള്ളവരെ, നടക്കത്തില്ല. സത്യസന്ധമായിട്ട് പറയുന്നത്. കർത്താവിന് സ്തോത്രം. ആത്മാവിനെ അനുസരിച്ച് നടക്കണമെങ്കിൽ നീ ആത്മാവിനാൽ നിറയപ്പെടണം. വായിച്ചാട്ടെ എഫേസ്യ ലേഖനം 5-ാമത്തെ അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം. പെട്ടെന്ന് വായിച്ചാട്ടെ. പെട്ടെന്ന് വായിച്ചു. കർത്താവിന് സ്തോത്രം. വായിച്ചു. 5:18. വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, ആത്മാവിനാൽ നിറയപ്പെട്ട് പറഞ്ഞു. ആത്മാവ് നിറഞ്ഞവരായി. ഒന്ന് പറഞ്ഞേ, ബി ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്. പറഞ്ഞേ, ബി ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്. ആത്മാവിനാൽ നിറയപ്പെടണം. അത് സ്വർഗം തരുന്നതല്ല, അത് നീ പ്രാപിക്കുന്നതാ. എന്റെ കൂടെ ഉണ്ടോ? ആമേൻ സ്തോത്രം. ലീവ് ഇൻ ദ സ്പിരിറ്റ്. കർത്താവിന്റെ സ്തോത്രം. നീ ജീവിക്കുന്നത് ആമേൻ സ്തോത്രം യേശുവിന്റെ ആത്മാവിനാലാ. അത് നിനക്ക് സൗജന്യമായിട്ട് കിട്ടിയ അതിന്റെ കാരണം നിന്റെ ഫെയ്ത്താ, യേശുവിലുള്ള വിശ്വാസം. എന്നാൽ ആത്മാവിനെ അനുസരിച്ച് നടക്കണമെങ്കിൽ നീ ആത്മാവിനാൽ നിറയപ്പെടണം. കർത്താവിന് സ്തോത്രം. അത് സ്വർഗത്തിൽ നിന്ന് ദാനമായി കിട്ടുന്നതല്ല. ആമേൻ സ്തോത്രം. നീ തന്നെ പ്രാപിക്കുന്നതാ. കർത്താവിന് സ്തോത്രം. ആത്മാവ് നിറഞ്ഞവരാകണമെങ്കിൽ ആമേൻ സ്തോത്രം അവിടെ പറഞ്ഞിരിക്കുക, സ്തുതിഗീതങ്ങളാലും സങ്കീർത്തനങ്ങളാലും ആത്മീക ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും. കർത്താവിന്റെ സ്തോത്രം. രാവിലെ ഇറങ്ങുമ്പോൾ വണ്ടിക്കകത്ത് ആമേൻ സ്തോത്രം അന്നത്തെ ഡിവോഷൻസും
ആമേൻ സ്തോത്രം മ്യൂസിക്കും ഒക്കെയാ. എവിടെ ചെന്ന് നോക്കിയാലും ആമേൻ സ്തോത്രം ഹല്ലേലൂയ, ആമേൻ സംഗീതവും പാട്ടും ആരാധനയും സ്തോത്രവും സ്തുതിയും ഒക്കെയാ. വണ്ടിക്കകത്ത് കയറി അന്നേരം പാട്ട് ഓൺ ചെയ്യും. കർത്താവിന് സ്തോത്രം. വീട്ടിൽ വന്ന കർത്താവിന് സ്തോത്രം മെസ്സേജ് കേൾക്കും. കർത്താവിന് സ്തോത്രം. കാരണം എന്താണെന്നറിയാമോ? ആത്മാവിൽ നിറയപ്പെട്ടൊരു ജീവിതമാണ്. കർത്താവിന് സ്തോത്രം. നിങ്ങൾ വിചാരിക്കും ആത്മാവിൽ നിറയപ്പെടുന്നതും ആത്മാവിനെ അനുസരിക്കുന്നതും തമ്മിൽ എന്താ ബന്ധമെന്ന്. പ്രിയമുള്ളവരെ, ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവൻ ജഡത്തിന്റെ ഇഷ്ടം നിറവേറ്റുകയില്ല. കർത്താവിന് സ്തോത്രം. അപ്പോൾ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവൻ ജഡത്തിന്റെ ഇഷ്ടം നിറവേറ്റുകയില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ വായിച്ചട്ടെ 5:18-19 മുതലുള്ള വാക്യങ്ങൾ. ഗലാത്യ ലേഖനം 5:19 മുതലുള്ള വാക്യങ്ങൾ പെട്ടെന്ന് വായിച്ചട്ടെ. 19, 20, 21, 22 വാക്യങ്ങൾ പെട്ടെന്ന് വായിച്ചട്ടെ. ജഡത്തിന്റെ പ്രവർത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ഷാഢ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത്. കർത്താവിന് സ്തോത്രം. പ്രിയമുള്ളവരെ, ഇത് തന്നെ ഒന്ന് വായിച്ചു തീർക്കണമെങ്കിൽ ഒരു ദിവസം വേണം. അതിനെക്കുറിച്ച് പ്രസംഗിക്കാൻ നമുക്ക് സമയം എത്ര വേണ്ടി വരും? കർത്താവിന് സ്തോത്രം. നിങ്ങൾ വീട്ടിൽ പോയിട്ട് ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കിയാട്ടെ. കർത്താവിന് സ്തോത്രം. പക, പിണക്കം, ജാരശങ്കം, ആഭിചാരം. ഈ ആഭിചാരമൊക്കെ ജഡത്തിന്റെ ഇഷ്ടത്തിനകത്ത് എങ്ങനെ വന്നു അല്ലേ? ജഡത്തിന്റെ പ്രവൃത്തിയായിട്ട് എങ്ങനെ വന്നു? കർത്താവിന് സ്തോത്രം. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യം കേട്ടു. XLVBSന്റെ ആമേൻ സ്തോത്രം ശുശ്രൂഷകനായിരിക്കുന്ന ബിനു ജോസഫിന്റെ ഭാര്യ, ആമേൻ സ്തോത്രം ജീവിത പങ്കാളി, ആമേൻ സ്തോത്രം പ്രീതി, ആമേൻ സ്തോത്രം ബിനുവിന്റെ ഒരു സാക്ഷ്യം. കർത്താവിന് സ്തോത്രം. ആമേൻ സ്തോത്രം. സിസ്റ്റർ പറഞ്ഞിരിക്കുക, ആമേൻ സ്തോത്രം അവിടെ ബോംബെയിലായിരുന്നപ്പോ അവർ താമസിച്ച വീടിന്റെ ഓപ്പോസിറ്റുള്ള വീടില് ആമേൻ സ്തോത്രം അവർക്ക് ഇഷ്ടമില്ലാത്ത എന്തോ ഒരു ചെറിയ വളർത്തു മൃഗത്തിന്റെ പേരിൽ എന്തോ ഒരു വിഷയം ഉണ്ടായിട്ട് അവരന്ന് പറഞ്ഞു, നിങ്ങളെ ഞാൻ കാണിച്ചു തരാം, ഇന്ന് പോലെ എണ്ണിക്കോ. കർത്താവിന് സ്തോത്രം. അന്ന് അവർ വിശ്വാസത്തിലല്ല. പ്രിയമുള്ളവരെ, അന്ന് മുതല് അവരുടെ ജീവിതം താറുമാറാകാൻ തുടങ്ങി. കർത്താവിന് സ്തോത്രം. അന്ന് വരെ മദ്യപിക്കാത്ത മനുഷ്യൻ അന്ന് മുതൽ മദ്യപിച്ചു തുടങ്ങിയ. കർത്താവിന് സ്തോത്രം. പ്രിയമുള്ളവർ, കാര്യം എന്താണെന്നറിയാമോ? ആഭിചാരം. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. നമ്മളിങ്ങനെ കൈ ഓടിച്ച് ആരാധിച്ചൊക്കെ പോകുമ്പോൾ ഇതൊക്കെ നമ്മളെ വിട്ടങ്ങ് മാറിപ്പോവുക. കർത്താവിന് സ്തോത്രം. എന്നാൽ ഒരു പറ്റം ആളുകള് ഇതിന്റെയൊക്കെ തിക്തഫലം അനുഭവിച്ചുകൊണ്ട് പുറത്ത് ഇപ്പോഴും ആയിരിക്കുക. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ആഭിചാരം, പക, പിണക്കം. പകയൊന്നും പറയേണ്ട കാര്യമില്ല. ഭിന്നത, ആമേൻ സ്തോത്രം. ദുർനടപ്പ്, ദ്വന്ദ്വപക്ഷം എന്ന് പറഞ്ഞാൽ ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. പിന്നെ ആമേൻ എനിക്ക് എന്റേതായിരിക്കുന്ന പ്രിൻസിപ്പിൾസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഉടക്കി നിൽക്കുന്ന ആമേൻ സ്തോത്രം ഭീകരന്മാർ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. എല്ലാം ജഡത്തിന്റെയാ. വായിച്ചാട്ടെ സിസ്റ്ററെ. ആമേൻ. കർത്താവിന് സ്തോത്രം. ദൈവത്തിന്റെ വചനം പറയുകയാണ്, ആമേൻ ഹല്ലേലൂയ, ജഡത്തിന്റെ ഇഷ്ടം നിറവേറ്റുന്നവൻ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് ഞാൻ പറഞ്ഞത് പിന്നെയും പറയുക. കർത്താവിന് സ്തോത്രം. മദ്യപാനി സ്വർഗത്തിൽ പോവോ? ചിലർ പറയും കാനായിൽ വീഞ്ഞുണ്ടാക്കി അതുകൊണ്ട് ഞങ്ങൾക്ക് കുടിക്കുക. കർത്താവിന് സ്തോത്രം. സ്വർഗത്തിൽ പോകത്തില്ലെന്നാണ് എഴുതിയിരിക്കുന്നത്. ഭിന്നതയും വെറിക്കൂത്തും ആമേൻ ദ്വന്ദ്വപക്ഷവും ഒക്കെ ചെയ്യുന്നവൻ സ്വർഗത്തിൽ പോവോ? പോകത്തില്ലെന്നാണ് എഴുതിയിരിക്കുന്നത്. പിണക്കം വെച്ചുകൊണ്ട് നടന്ന സ്വർഗത്തിൽ പോകുമോ? ഓ, ഞാൻ രക്ഷിക്കപ്പെട്ടത്. കർത്താവിന് സ്തോത്രം. ആത്മാവിനെ അനുസരിച്ചില്ലെങ്കിൽ സ്വർഗത്തിൽ പോകത്തില്ല. കർത്താവിന് സ്തോത്രം. പ്രിയമുള്ളവരെ, അതിന്റെ താഴ്ത്തോട്ട് എഴുതിയിരിക്കുക, എന്നാൽ ആത്മാവിന്റെ ഫലം, ഒന്ന് പറഞ്ഞ ഫലം, the fruits of the Holy Spirit. പറഞ്ഞേ, fruits of the Holy Spirit. ആമേൻ. ദൈവാത്മാവിന്റെ ഫലം, പരിശുദ്ധ ആത്മാവിന്റെ ഫലമുണ്ട്. ഈ ഫലം എന്ന് പറയുമ്പോൾ നമുക്കറിയാലേ ഫലം എന്താ ഈ ഫലം? ഫ്രൂട്ട് അല്ലേ? മുന്തിരി, മാപ്പിളും ഒക്കെ ഇങ്ങനെ അല്ലെ ഫലമാ. കർത്താവിന് സ്തോത്രം. ഇതെല്ലാം കൂടി ഇങ്ങനെ കിടക്കുക, കായ്ച്ചു കിടക്കുക. ദൈവത്തിന്റെ വചനം പറയുക, ഇത് ആത്മാവിന്റെ ഫലമാ. നിന്റെ പ്രാർത്ഥനയുടെ മിടുക്കല്ല. നീ ആത്മാവിനെ നിറയപ്പെട്ടപ്പോ ആമേൻ സ്തോത്രം നീ പോലും അറിയാതെ കായ്ച്ചോണ്ടിരിക്കുക. മുന്തിരി, ആമേൻ സ്തോത്രം, ആപ്പിള്, ഓറഞ്ച്, സ്നേഹം, സൗമ്യത, ദയ, പരോപകാരം. എന്നാ ചീത്ത പറഞ്ഞാലും ഒരു വിഷമവും ഇല്ല. കർത്താവിന് സ്തോത്രം. അടിക്കാൻ വന്നാലും ആമേൻ സ്തോത്രം ചെറിയൊരു വിഷമമൊക്കെ ഉണ്ടെങ്കിലും അന്നേരം തന്നെ അതങ്ങ് മാറിപ്പോയി. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ഒന്നുമില്ല മനസ്സിനകത്ത്.
കാരണം എന്താണെന്നറിയാമോ? ഫലം കായ്ച്ചുകൊണ്ടിരിക്കുക. പറഞ്ഞു, ഫലം കായ്ച്ചുകൊണ്ടിരിക്കുക. വിശ്വാസി ഫലം കായ്ക്കണം. എങ്ങനെ ഫലം കായ്ക്കും? പ്രിയ ദൈവദാസ, നിങ്ങൾ ഇങ്ങനെ പോയാൽ പറ്റത്തില്ല. നിങ്ങൾ സൗമ്യത കാണിക്കണം. ആമേൻ. സന്തോഷം ഉണ്ടാകണം. ആമേൻ. സ്നേഹം ഉണ്ടാകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ശരി, അടുത്ത ദിവസം ഒരു ആയിക്കോളാന്ന് പറയാന്നല്ലാതെ നിന്നെ കൊണ്ട് പറ്റത്തില്ല. അത് കായ്ക്കണം. കർത്താവിന് സ്തോത്രം. അതൊരു ഒരു ഫാക്ടറിക്കകത്ത് ഉണ്ടാക്കാൻ പറ്റത്തില്ലെന്ന്. പ്രിയമുള്ളവരെ, ആർക്കെങ്കിലും ചക്ക സ്വന്തമായിട്ട് ഉണ്ടാക്കാമെന്ന് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ? കർത്താവിന് സ്തോത്രം. കുറെ നാളായി കഴിച്ചിട്ട്. അവൻ ചക്കയും മാങ്ങയൊക്കെ സ്വന്തമായിട്ട് വീട്ടിലോ കുക്ക് ചെയ്ത് ഉണ്ടാക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈ കാണിച്ചു. കർത്താവിന് സ്തോത്രം. അത് ഉണ്ടാക്കാൻ പറ്റത്തില്ല. അത് ഉണ്ടാകണം. അത് കായ്ക്കണം. കർത്താവിന് സ്തോത്രം. ദൈവത്തിന്റെ വചനം പറയുക, ആമേൻ സ്തോത്രം, നിങ്ങൾക്ക് ഫലം ഉണ്ടാകണമെങ്കിൽ തായ്തണ്ടിനോട് ചേർന്ന് നിൽക്കണം. എങ്ങനെയാ ആത്മാവിനെ അനുസരിക്കുന്നേ? ആത്മാവിനാൽ ഫലം പുറപ്പെടുവിച്ചിട്ട്. ആത്മാവിനാൽ എങ്ങനെ ഫലം പുറപ്പെടുവിക്കും? ആത്മാവിനാൽ നിറഞ്ഞിട്ട്. ആത്മാവിനാൽ നിറയണമെങ്കിൽ എന്ത് ചെയ്യണം? ആത്മാവിന്റെ ഫലം പുറപ്പെടുവിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? തായ്തണ്ടാകുന്ന ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കണം. വായിച്ചാട്ടെ. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 15-ാമത്തെ അധ്യായം, ആമേൻ 4 മുതലുള്ള വാക്യങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് വായിച്ചു. പെട്ടെന്ന്. ആമേൻ സ്തോത്രം. എന്നിൽ വസിപ്പീൻ. പറഞ്ഞേ, എന്നിൽ വസിപ്പീൻ. കർത്താവിന് സ്തോത്രം. യേശു പറയുക, എന്നിൽ വസിപ്പീൻ. അപ്പൊ വീണ്ടും ജനിച്ചവനാണേലും, ആമേൻ സ്തോത്രം, ഈ യേശു ആത്മാവ് ഉള്ളവനാണേലും, പരിശുദ്ധ ആത്മാവ് ഉള്ളവനാണേലും, ആമേൻ സ്തോത്രം, യേശുവിൽ വസിക്കാതെ ജീവിക്കാം. അങ്ങനെയല്ലേ അതിന്റെ അർത്ഥം? കർത്താവിന് സ്തോത്രം അല്ലേ? എന്നിൽ വസിപ്പിൻ, അബൈഡ് ഇൻ മീ. ഈ സൗമ്യനായിരിക്കുന്നത് നിന്റെ മിടുക്കാണെന്നാണ് വിചാരിച്ചേ? പ്രിയ ദൈവ പൈതലേ, നീ പോലും അറിയാതെ നിന്നെ സൗമ്യനാക്കിയത് ഈ തായ്തണ്ടാകുന്ന ക്രിസ്തുവാ. ഓ, നിങ്ങളുണ്ടോ എന്റെ കൂടെ? കർത്താവിന് സ്തോത്രം. നമ്മൾ വിചാരിച്ചു നമ്മുടെ പിടിക്കാന്ന്. ആര് പറഞ്ഞു? കർത്താവിന് സ്തോത്രം. നീ കർത്താവിന്റെ കൂടെ ചേർന്നപ്പോ നിന്റെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കുക, കായ്ച്ചോണ്ടിരിക്കുക. സ്നേഹം കായ്ച്ചോണ്ടിരിക്കുക, സൗമ്യത കായ്ച്ചോണ്ടിരിക്കുക, ആമേൻ ആത്മസംയമനം കായ്ച്ചുകൊണ്ടിരിക്കുക. കർത്താവിന് സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുക, ആമേൻ ഹല്ലേലൂയ, ആമേൻ, എന്നിൽ വസിപ്പിൻ, അബൈഡ് ഇൻ മീ. എങ്ങനെയാ ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്നത്? ഒന്ന്, ആമേൻ സ്തോത്രം, യേശുവിൽ വസിക്കണം. കർത്താവിന് സ്തോത്രം. ഇന്ന് രാത്രി എത്ര പേര് കർത്താവിനോട് പറയും, യേശുവേ അപ്പ എന്ന് പറഞ്ഞ് ആമേൻ മുഴങ്കാലിൽ ഇരുന്ന്, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, യേശുവാകുന്ന വചനത്തെ എത്ര പേര് ധ്യാനിക്കാൻ തുടങ്ങും? ദൈവത്തിന്റെ വചനം പറയുക, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്നവർ, ആമേൻ സ്തോത്രം, ഹൃദയത്തിൽ കോറിയിടേണ്ട ഒരു കാര്യമുണ്ട്, ഒരു സത്യമുണ്ട്. എന്താണെന്ന് അറിയാമോ? ദൈവത്തിൽ നിന്ന് ആലോചന. ഈ പുസ്തകത്തിനെതിരായിട്ട് ഒരാലോചനയും കിട്ടത്തില്ല. നിനക്കൊരാലോചന സ്വർഗം തരുന്നുണ്ടെങ്കിൽ അത് ഈ വചനപ്രകാരമായിരിക്കും. കർത്താവിന്റെ സ്തോത്രം. നിങ്ങൾ എന്റെ കൂടെയുണ്ടോ? ഹല്ലേലൂയ. ആത്മാവിൽ നിറയപ്പെടണമെങ്കിൽ വചനത്താൽ നിറയപ്പെടട്ടെ. വചനത്താൽ നിറയപ്പെടട്ടെ. വചനം പഠിച്ചാട്ട്, വചനം ധ്യാനിച്ചാട്ട്, വചനം മെമ്മറൈസ് ചെയ്താട്ട്, ആമേൻ സ്തോത്രം, എഴുന്നേറ്റ് നിന്ന് വചനം വായിച്ചുകൊണ്ട് നടക്കാൻ തുടങ്ങിയാട്ട്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം വായിക്കുമ്പോൾ, ആമേൻ സ്തോത്രം, 1-ാമത്തെ അധ്യായത്തിനകത്ത് യേശു അവരോട് പറഞ്ഞു, ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നത് പോലെ ശക്തി ധരിക്കുന്നത് വരെ നഗരം വിട്ടു പോകരുത്. എന്നോട് കേട്ട പിതാവിൽ നിന്നുള്ള വാഗ്ദത്തത്തിനായിട്ട് കാത്തിരിക്കണം. പരിശുദ്ധാത്മാവിൽ തുടങ്ങുകയാ. 1-ാമത്തെ അധ്യായം പരിശുദ്ധാത്മാവ്. 2-ാമത്തെ അധ്യായം on the day of Pentecost comes. അവര് മർക്കോസിന്റെ മാളിക മുറിയിൽ ഒരുമിച്ച് കൂടി എന്ത് ചെയ്തോണ്ടിരിക്കുക? ആരാധിച്ചുകൊണ്ടിരിക്കുക. യേശു അവരോട് പറഞ്ഞു, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. ലൂക്കായുടെ സുവിശേഷം 24-ന്റെ അവസാനത്തെ വാക്യം, ആമേൻ സ്തോത്രം, യേശു കൈ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു. ഐ ആം ഗോയിങ്. കർത്താവിന്റെ സ്തോത്രം, ഞാൻ സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെടാൻ പോവുക. അവരെ അനുഗ്രഹിച്ചു, കൈ നീട്ടി അവരെ അനുഗ്രഹിച്ചു. എന്നിട്ട് അവരോട് പറഞ്ഞു,
ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നത് വരെ നഗരം വിട്ടു പോകരുത്. അത് കിടക്കുന്നത് ആമേൻ സ്തോത്രം അപ്പോസ്തല പ്രവർത്തികളില്ല. ആമേൻ സ്തോത്രം അതിന്റെ ബാക്കി കിടക്കുന്നത് ലൂക്കായുടെ സുവിശേഷം അവസാനത്തെ അധ്യായത്തിലാ. കർത്താവിന് സ്തോത്രം. അവർ എന്ത് ചെയ്തെന്നറിയാമോ? അനന്തരം അവരെ ബഥാനിയോട് കൂട്ടിക്കൊണ്ടുപോയി കൈ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു. 51 നെക്സ്റ്റ് വേഴ്സ് നമ്പർ 51. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ആരെങ്കിലും വായിച്ചാട്ടെ പെട്ടെന്ന്, സമയമില്ല നമുക്ക്. കർത്താവിന് സ്തോത്രം. അവരെ അനുഗ്രഹിക്കുകയിൽ അവൻ അവരെ വിട്ടു പിരിഞ്ഞു സ്വർഗാരോഹണം ചെയ്തു. നെക്സ്റ്റ് വേഴ്സ്. അവർ അവനെ നമസ്കരിച്ചു മഹാസന്തോഷത്തോടെ. ജെറൂസലേം നിന്റെ പ്രാർത്ഥനയുടെ ആലയമാ. അവര് പോയത് ആമേൻ സ്തോത്രം അവരുടെ ഭവനത്തിലേക്കല്ല, അവര് പോയത് അവരുടെ പ്രാർത്ഥന മുറിയിലേക്കാ. ആമേൻ. They went back to Jerusalem. ആമേൻ സ്തോത്രം. ദൈവത്തിന്റെ വചനം പറയുക 53 പറയുക എല്ലായ്പ്പോഴും കണ്ടിന്യൂലി they were praising God. അവർ ദൈവത്തെ വാഴ്ത്തിപ്പോന്നു. ഹല്ലേലൂയ. യേശു അവരോട് പറഞ്ഞു, ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നതുവരെ നഗരം വിട്ടു പോകരുത്. അവരെന്ത് ചെയ്തെന്ന് അറിയാമോ? അവർ ആലയത്തിനകത്ത് വന്ന് 24/7 അവർ ആരാധിക്കാൻ തുടങ്ങി. ഞാനിത് പറയുന്നത് അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം. അവർ ആരാധിച്ചു കൊണ്ടിരുന്നപ്പോൾ, അവർ അങ്ങനെ ജെറൂസലേമിന്റെ അകത്ത് ആരാധിച്ചു കൊണ്ടിരുന്നപ്പോൾ, സ്തുതിച്ചു കൊണ്ടിരുന്നപ്പോൾ, 2-ാം അധ്യായത്തിൽ കൊടിയ കാറ്റ് അവരിരുന്ന സ്ഥലത്തെ നിറയ്ക്കുകയാ. ആമേൻ സ്തോത്രം. അഗ്നി നാവുകൾ പോലെ പിളർന്നിരിക്കുന്ന നാവ്. ആമേൻ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവരുടെ ഓരോരുത്തരുടെയും മേൽ വന്നു നിറഞ്ഞു. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി ആരംഭിക്കുകയാണ്. ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽസ്. ആമേൻ സ്തോത്രം. അപ്പോസ്തലന്മാരുടെ പ്രവർത്തികളല്ല, ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽസ് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാണ്. 2-ാമത്തെ അധ്യായത്തിനകത്ത് പരിശുദ്ധാത്മാവ് നിറയപ്പെട്ടപ്പോ ആമേൻ സ്തോത്രം അതുവരെ ഭയപ്പെട്ട് കിടന്നിരുന്ന പത്രോസ് ആദ്യം ചാടി എഴുന്നേറ്റു. യേശുവിനെ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞ ഒരേ ഒരു മനുഷ്യൻ പത്രോസ്. ആദ്യം എഴുന്നേൽക്കുന്നത് പത്രോസാ. ഇന്നലെകളിൽ ആമേൻ സ്തോത്രം കാരാഗ്രഹത്തിലായിരുന്നായിരിക്കും. ഇന്നലെകളിൽ നിന്നെ വിടക്കെന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയിട്ടുണ്ടാകും. ഇന്നലെകൾ നീ തന്നെ ചിന്തിച്ചിട്ടുണ്ടാകും, ഞാൻ കൊള്ളരുതാത്തവനാ, ആർക്കും വേണ്ടാത്തവളാ, ആമേൻ, ആരാലും ഉപേക്ഷിക്കപ്പെട്ടവളാ. ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം നിന്നോട് പറയുകയാ, നിന്നെയാ ആദ്യം എനിക്ക് വേണ്ടത്. I need you. എനിക്ക് നിന്നെ വേണം. കർത്താവിന്റെ സ്തോത്രം. സ്വർഗത്തിലെ തമ്പുരാൻ പത്രോസിനെ പിടിച്ചെഴുന്നേൽപ്പിക്കുകയാ. 1-ാമത്തെ പ്രസംഗത്തിൽ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞവൻ 3000 ആത്മാക്കളെ നേടുകയാ. 2-ാമത്തെ അധ്യായത്തിന്റെ 38 മുതൽ വായിക്കുമ്പോൾ 37-ാമത്തെ വാക്യത്തിനകത്ത് ആമേൻ സ്തോത്രം അവരെ പത്രോസിനോട് ചോദിച്ചു, സഹോദരന്മാരെ ഞങ്ങൾ എന്ത് ചെയ്യണം? കർത്താവിന്റെ സ്തോത്രം 38-ാമത്തെ വാക്യത്തിൽ പറയുക, പത്രോസ് പറയുക, റിപ്പന്റ്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് യേശുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ. പിതാക്കന്മാരെല്ലാവരും സമുദ്രത്തിൽ സ്നാനമേറ്റു. യേശുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തം നിനക്ക് ലഭിക്കും. മേഘത്തിന്റെ കീഴിൽ നീ സ്നാനമേൽക്കും. കർത്താവിന്റെ സ്തോത്രം. 39-ാമത്തെ വാക്യത്തിൽ പറയുക, those who gladly receive him, സന്തോഷത്തോടെ അവന്റെ വാഗ്ദത്തം കേട്ട് ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. 40 കർത്താവിന്റെ സ്തോത്രം. 41 കർത്താവിന്റെ സ്തോത്രം. ഹല്ലേലൂയ. സന്തോഷത്തോടെ അവരെല്ലാവരും അവന്റെ വാക്ക് കൈക്കൊണ്ട് അവർ സമുദ്രത്തിൽ സ്നാനമേറ്റു, ജലത്തിനകത്ത് സ്നാനമേറ്റു. ദൈവത്തിന്റെ വചനം പറയുക, അന്ന് തള്ളപ്പെട്ട ദൈവ പൈതലെ, നിന്റെ പ്രാഗൽഭ്യം ഇതാ. 3000 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞ് കൊള്ളരുതാത്തവരെന്ന് കൂട്ടുകാരി മുഴുവൻ പറഞ്ഞ പത്രോസ് ഒറ്റ പ്രസംഗത്തിൽ 3000 എണ്ണത്തിനെ. കർത്താവിന്റെ സ്തോത്രം. ഹല്ലേലൂയ. 3000 എണ്ണത്തിനെ നേടുകയാ. ആമേൻ. അടുത്ത വാക്യം. ആമേൻ. അവർ അപ്പോസ്തലന്മാർ. അവരുടെ പ്രത്യേകത എന്തായിരുന്നു അറിയാമോ? അവർ അപ്പോസ്തലന്മാരുടെ വാക്ക് കേട്ട് ആമേൻ സ്തോത്രം ഉപദേശം കേട്ട് കൂട്ടായ്മ ആചരിച്ച്, പറഞ്ഞ കൂട്ടായ്മ ആചരിച്ച് ആത്മാവിനെ നിറയപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം? കൂട്ടായ്മ ആചരിക്കണം. ഇന്ന് വന്നു പോയി എന്ന് പറഞ്ഞ് ആരും പോകരുത് കേട്ടോ. കർത്താവിന്റെ സ്തോത്രം. കൂട്ടായ്മ, ഫെല്ലോഷിപ്പ്. പറഞ്ഞേ, ഫെല്ലോഷിപ്പ്. ഈ കൂട്ടായ്മ ഞാൻ വിടത്തില്ല. ഇവിടെയാ ഞാൻ ആത്മാവിൽ നിറയപ്പെടുന്നേ. ഇവിടെയാ ഞാൻ ആത്മാവിനെ അനുസരിച്ച് നടക്കാൻ പോകുന്നേ.
ഞാൻ വീട്ടിലേക്കല്ല, എമ്മൗസിലേക്കല്ല, ഡമാസ്കസിലേക്കല്ല, ഞാൻ യെരൂശലേമിലേക്കാ പോകുന്നേ. ഞാൻ ആരാധിക്കുന്ന സ്ഥലത്തേക്കാ ഞാൻ പോകുന്നേ. നിരന്തരം ആരാധിക്കുന്ന സ്ഥലത്തേക്കാ ഞാൻ പോകുന്നേ. അവരപ്പം നുറുക്കി ദൈവത്തിൽ കൂട്ടായ്മ ആചരിച്ച് അവർ ദൈവത്തെ അനുസരിച്ച് പോരുകയാ. കർത്താവിന് സ്തോത്രം, ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുകയാ, അവരപ്പം നുറുക്കിയും കൂട്ടായ്മ ആചരിച്ചും പ്രാർത്ഥന കഴിച്ചും പോന്നു. കർത്താവിന് സ്തോത്രം. പ്രിയമുള്ളവരെ, 2-ാമത്തെ അധ്യായം സഭ തുടങ്ങുകയാ, ആത്മാവിന്റെ പ്രവൃത്തി ആരംഭിക്കുക. 3-ാമത്തെ അധ്യായത്തിനകത്ത് ആത്മാവിൽ നടത്തപ്പെടുന്നവൻ, ഹല്ലേലൂയ, വൈകുന്നേരം പ്രാർത്ഥിക്കാൻ പോവുക. പത്രോസ് ഉണ്ട്, യോഹന്നാനുണ്ട്. പോകുന്ന വഴിയിൽ അവൻ സ്തോത്രം അമ്മയുടെ ഉദരം മുതൽ മുടന്തനായിരുന്ന ഒരുവൻ ഭിക്ഷ അയച്ചുകൊണ്ട് സുന്ദര കവാടത്തിന്റെ നിൽക്കുക. ദൈവത്തിന്റെ വചനം പറയുക, എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ച് അവർ ചോദിച്ചു, എന്തെങ്കിലും തരാൻ. പത്രോസ് പറഞ്ഞു, വെള്ളിയും പൊന്നും എന്റെ കയ്യിലില്ല, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരികയാ. In the name of Jesus Christ of Nazareth, rise up and walk. യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്ക്. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി ആരംഭിക്കുക. അന്ന് ജന്മനാ മുടന്തനായിരുന്നവൻ കുതിച്ചു ചാടി ദൈവത്തെ മഹത്വപ്പെടുത്തിയെന്ന് വചനത്തിൽ പറഞ്ഞിരിക്കുക. അവന്റെ നരയാണി അവൻ ഉറപ്പിക്കുന്ന ആത്മാവിന്റെ പ്രവൃത്തി. ഇന്ന് രാത്രി എത്ര പേർക്ക് ഈ ആത്മാവിനാൽ നടത്തപ്പെടണം? ഇന്ന് രാത്രി ആത്മാവിനാൽ എത്ര പേർക്ക് നിറയപ്പെടണം? 4-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അവർ സകലതും വിറ്റ് അവൻ സ്വതന്ത്ര അപ്പോസ്തലന്മാരെ കാൽക്കൽ വെക്കുക. 5-ാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ പരിശുദ്ധാത്മാവ് മറഞ്ഞിരിക്കുകയല്ല, പരിശുദ്ധാത്മാവ് വെളിപ്പെട്ട് നിൽക്കുക. അനനിയാസ് സഫീറയും കള്ളത്തരം കാണിക്കുമ്പോൾ അവൻ സ്വതന്ത്ര പത്രോസ് പറയുക, പരിശുദ്ധാത്മാവിനോട് നിങ്ങൾ എന്തിനു വ്യാജം കാണിച്ചു? പരിശുദ്ധാത്മാവ് സഭയ്ക്കകത്ത് വെളിപ്പെടുക. നിങ്ങൾക്കറിയാമോ, അവൻ സ്വതന്ത്രം അനുദിനം വളരുന്ന പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി. 13-ാമത്തെ അധ്യായത്തിലേക്ക് വേഗത്തിൽ വരാം. അവൻ സ്വതന്ത്രം അതിന്റെ 6-7 വാക്യങ്ങളിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുക. അവൻ സ്വതന്ത്രം എന്ത് ചെയ്യണമെങ്കിലും അവരോട് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിരുന്നത് അവരുടെ സഭയിലെ പാസ്റ്റർ അല്ല. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? 13-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു പറഞ്ഞത്. കർത്താവിന് സ്തോത്രം. കർത്താവിന് സ്തോത്രം, ഹല്ലേലൂയ. 13 കർത്താവിന് സ്തോത്രം, ഹല്ലേലൂയ. വായിച്ചാട്ടെ 13-2-4 വാക്യങ്ങൾ. കർത്താവിന് സ്തോത്രം. 13-2-4 വാക്യങ്ങൾ പെട്ടെന്ന്. അവർ കർത്താവിനെ ആരാധിച്ചു. ഉപവസിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബർന്നബാസിനെയും, കർത്താവിന് സ്തോത്രം, പ്രിയ ആമേൻ സ്തോത്രം. ഒരു നിമിഷം നിൽക്കണേ. അവിടുത്തെ പാസ്റ്റർ അല്ല പറഞ്ഞത്. ആമേൻ, മനോജ് പാസ്റ്റർ അല്ല പറഞ്ഞത്. ആമേൻ സ്തോത്രം. പരിശുദ്ധാത്മാവ് പറയുക, എന്റെ വേലയ്ക്കായിട്ട്. ആമേൻ സ്തോത്രം. സഭയ്ക്കകത്ത് മറഞ്ഞിരിക്കുന്ന പരിശുദ്ധാത്മാവല്ല, വെളിപ്പെട്ട് നിൽക്കുന്ന ഈ ആളത്വം, the person Holy Spirit. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് നമ്മുടെ സഭയ്ക്കകത്ത് പാസ്റ്റർ അല്ല, പരിശുദ്ധാത്മാവ് സംസാരിക്കട്ടെ? പരിശുദ്ധാത്മാവ് പറയുക, ആമേൻ സ്തോത്രം, ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പിൻ. അടുത്ത വാക്യം കർത്താവിന്റെ സ്തോത്രം. 6-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു പെട്ടെന്ന്. 4-ാമത്തെ വാക്യം, 3 വിട്ട് 4-ാമത്തെ വാക്യം. പരിശുദ്ധാത്മാവ് അവരെ പറഞ്ഞയച്ചിട്ട് അവിടുന്ന് കപ്പൽ കയറി. കർത്താവിന് സ്തോത്രം. 4-ാമത്തെ വാക്യം പറയുകയാ, അവരെ പറഞ്ഞയക്കുക. സഭയല്ല, പരിശുദ്ധാത്മാവ്. പറഞ്ഞ പരിശുദ്ധാത്മാവ്. ഇത് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയുടെ സ്ഥലമാണ്. ഇത് പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുന്നവരുടെ സഭയാ. ആത്മാവിനാൽ നടത്തപ്പെടുന്നവർ പറഞ്ഞേ, ആത്മാവിനാൽ നടത്തപ്പെടുന്നവർ പറഞ്ഞേ, ആത്മാവിൽ ജീവിക്കുന്നവർ, ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവർ. അങ്ങനെയുള്ളവർക്കൊരു പ്രത്യേകതയുണ്ട്. അവരെ നടത്തുന്നത് സ്വർഗമോ, ദൃഷ്ടി വച്ചാലോചന പറഞ്ഞു നടത്തുന്ന സ്വർഗം. ആമേൻ. ഇതാ ദൃഷ്ടി വെച്ച ആലോചന. കർത്താവിന്റെ സ്തോത്രം. പരിശുദ്ധാത്മാവ് പറയുക, ബർന്നബാസിനെയും ശൗലിനെയും പിന്നെ എനിക്ക് വേർതിരിച്ചോ. പാസ്റ്റർ അല്ല പറഞ്ഞേ, പരിശുദ്ധാത്മാവാ. നിങ്ങൾ വായിച്ചാട്ടെ 16-ാമത്തെ അധ്യായം. കർത്താവിന്റെ സ്തോത്രം. 16-ാമത്തെ അധ്യായം 6-7 വാക്യങ്ങൾ പെട്ടെന്ന് വായിച്ചാട്ടെ. കർത്താവിന്റെ സ്തോത്രം. 16-ന്റെ 6-7 വാക്യങ്ങൾ. ആമേൻ. അവർക്ക് പലയിടത്തും സുവിശേഷം പറയണം. ഇങ്ങനെ കുതിച്ചു നിൽക്കുകയാ. 6-ാമത്തെ വാക്യം പറയുകയാ, ഏഷ്യയിൽ വചനം പ്രസംഗിക്കാൻ അവർ തീരുമാനിച്ചു. അവർ പോകാൻ തുടങ്ങിയപ്പോ
ദൈവത്തിന്റെ വചനം പറയുക, വായിച്ചട്ടെ. പരിശുദ്ധാത്മാവ് വിലക്കുകയാൽ. അവിടുത്തെ ഗവൺമെന്റ് അല്ല വിലക്കിയേ, സഭയിലെ ശ്രേഷ്ഠന്മാരല്ല വിലക്കിയേ, അവരെ വിലക്കിയത് പരിശുദ്ധാത്മാവ്. ആത്മാവിനാൽ നടത്തപ്പെടണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? Abide in the Spirit. Abide in Jesus. യേശുവിന്റെ അവൻ താഴ്ത്തണ്ടാകുന്ന യേശുവിനകത്ത് വസിക്കണം. ആരാ യേശു? സാക്ഷാൽ വചനമായിരിക്കുന്ന യേശു. വചനം കൊണ്ട് നിറയട്ടെ. ആമേൻ. സ്തോത്രം. സങ്കീർത്തനങ്ങൾ കൊണ്ട് നിറയപ്പെടട്ടെ. ആത്മാവിനാൽ നിറയപ്പെടട്ടെ. സ്തുതിഗീതങ്ങൾ കൊണ്ട് നിറയപ്പെടട്ടെ. നമ്മൾ എഴുന്നേറ്റ്, എല്ലാവരും എഴുന്നേറ്റ് ഇന്ന് രാത്രി ഒരു പാട്ട് പാടാൻ പോവുക. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. പരിശുദ്ധ ആത്മാവേ എന്നിൽ നിറയണമേ, ഈ വേലയെ തേക്കുവാൻ എനിക്ക് കൃപ നൽകണമേ. നമ്മൾ ഒരുമിച്ച് പാടാൻ പോവുക. എത്ര പേർക്ക് സന്തോഷമുണ്ട്? കർത്താവിനോട് പറഞ്ഞാട്ടെ, ഇന്ന് രാത്രി ആമേൻ സ്തോത്രം, എന്നിൽ കായ്ക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ ഫലമാ, ജഡത്തിന്റെ അല്ല. ജഡത്തിന്റെ അല്ല. പരിശുദ്ധാത്മാവിൽ ഞാൻ ജഡത്തിന്റെ ഇഷ്ടങ്ങളെ ക്രൂശിക്കും. നാളെ മുതല് പരിശുദ്ധാത്മാവ് ഒരു കാര്യം പറയുമ്പോ പിന്നത്തേക്ക് വെക്കരുത്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ചിലത് ചെയ്യാൻ പറയുമ്പോ അന്നേരം തന്നെ ഒരു പൊട്ടനെ പോലെ ചെയ്തോണം. എത്ര പേര് ആമേൻ പറയും? പരിശുദ്ധാത്മാവ് ഒരു കാര്യം പറഞ്ഞാൽ ആമേൻ സ്തോത്രം ഭംഗി നോക്കരുത്. പരിശുദ്ധാത്മാവ് ഒരു കാര്യം നോക്കിയാ കാര്യം പറഞ്ഞ സാഹചര്യം നോക്കരുത്. അവർക്ക് ആഗ്രഹം ഏഷ്യ പോകാനാ. അവര് നോക്കിയപ്പോ നല്ല ആൾക്കാരാ, പെട്ടെന്ന് അവർ വചനം സ്വീകരിക്കും. നിങ്ങൾക്കറിയാമോ, അന്ന് പരിശുദ്ധാത്മാവ് മക്കദോനിയയിലേക്ക് അവരെ പറഞ്ഞു വിട്ടു. സുവിശേഷത്തിന് വഴിത്തിരിവായത് അതുകൊണ്ടാ. മക്കദോനിയ പിന്നെ ലോകം മുഴുവൻ സുവിശേഷ കേരളത്തിന്റെ ഹബ്ബായിട്ട് മാറുകയാ. ഈ പരിശുദ്ധാത്മാവ് നമ്മെ നടത്തട്ടെ. ഒരു പാട്ട് പാടി ദൈവത്തെ മാറ്റപ്പെടുത്താം. പരിശുദ്ധാത്മാവാൽ നിറയ്ക്കാം അനുദിനവും എന്നെ പരനേ. പരിശുദ്ധാത്മാവാൽ നിറയ്ക്കാം അനുദിനവും എന്നെ പരനേ. നിന്റെ വേലയെ തികച്ചിടുവാൻ നൽവരങ്ങളെ നൽകി. ഈ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ എത്ര പേര് കർത്താവിനോട് പറയും, ഞാൻ എന്റെ ജീവിതം നിനക്ക് തരുന്നു. ഇന്ന് രാത്രി യേശുവേ നീ എന്റെ ഉള്ളത്തിൽ വരണമേ. യേശുവേ ഇന്ന് രാത്രി ഞാൻ എന്നെ നിനക്ക് സമർപ്പിക്കുകയാണ്. I surrender my life unto you, O God. യേശുവേ എന്നെ തന്നെ നിനക്ക് ഞാൻ സമർപ്പിക്കുന്നു. എന്നെ നടത്തണമേ. എന്റെ ഇഷ്ടമല്ല, സർവനന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാം യേശുവേ. അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പരനേ നന്ദിയാൽ. അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പരനേ നന്ദിയാൽ. ഹല്ലേലൂയ. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം. ഇന്നത്തെ രാത്രികാലം ഹല്ലേലൂയ ദൈവ സാന്നിധ്യത്തിലായിരിക്കാൻ തക്കവണ്ണം ഹല്ലേലൂയ പാടുവാൻ നല്ല പാട്ടിനെ തന്നതിനാൽ നമുക്ക് സ്തോത്രം ചെയ്യാം. പ്രാർത്ഥിപ്പാൻ, ആരാധിപ്പാൻ, ബലപ്പെടുവാനൊക്കെയും കർത്താവിൻ്റെ കൃപ നമ്മുടെ മേൽ പകർന്നതിനായി നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. കർത്താവിൻ്റെ ദാസൻ കൂടെ കേൾപ്പിച്ച വചനങ്ങൾക്കായി സ്തോത്രം ചെയ്യാം. ഈ ദിവസങ്ങൾ കർത്താവ് ആത്മാവിനാൽ നടത്തപ്പെടുന്നവരായി തീരുവാൻ തക്കവണ്ണം സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും ഹല്ലേലൂയ ആത്മാവിൽ പ്രബോധിപ്പിപ്പാൻ, ആത്മാവിൽ പ്രാർത്ഥിപ്പാൻ, ആത്മാവിൽ പാടുവാൻ, ആത്മാവിൽ നടത്തപ്പെടുവാൻ തക്കവണ്ണം കർത്താവ് പിന്നെയും ഇടയാക്കേണ്ടതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം.
ഹല്ലേലൂയ. സ്തോത്രം. കരുണാസമ്പന്നനായ ഞങ്ങളുടെ സ്നേഹിയ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, ഈ നല്ല സന്ധ്യാസമയത്തിനായി സ്തോത്രം. നിന്റെ കുഞ്ഞുങ്ങളായ അടിയങ്ങൾക്ക് തിരുസന്നിധാനം ചേർന്ന് വരുവാൻ തക്കവണ്ണം കർത്താവ് അടിയങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കിയ അവസരത്തിനായി നന്ദി അറിഞ്ഞ ഹൃദയത്തോടുകൂടി സ്തോത്രം. വാസ്തവമായി നീ ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമാണ്. നാൾതോറും ഞങ്ങളുടെ ഭാരങ്ങളെ ചുമക്കുന്ന ഒരു കർത്താവ്. ഞങ്ങൾക്കായി ജീവിക്കുന്നതിനാൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടി സ്തോത്രം ചെയ്യുന്നു. പരിശോധനകളുടെ മധ്യേ, പ്രയാസങ്ങളുടെ മധ്യേ, നെടുവീർപ്പുകളുടെ മധ്യേ ഓരോ ദിവസവും നീ ഞങ്ങളെ വഴി നടത്തുന്ന ഞങ്ങളുടെ നിത്യസ്നേഹത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അടിയങ്ങൾ രക്ഷിക്കപ്പെട്ട നാൾ മുതൽ ഹല്ലേലൂയ പരിശുദ്ധാത്മാവിൻ്റെ വലിയ ശക്തി അടിയങ്ങളുടെ മേൽ പകർന്നതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്ന പരിശുദ്ധാത്മാവ് അടിയങ്ങളോടുകൂടെ ഹല്ലേലൂയ എപ്പോഴും ഇരിക്കുന്നതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് മൂലം അടിയങ്ങളുടെ ജീവിതത്തിൽ വീണ്ടെടുപ്പുണ്ടാകുവാൻ കർത്താവേ നീ അവിടുന്ന് കൃപ ചെയ്തതിനാൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടി സ്തോത്രം. ഹല്ലേലൂയ. ദിവസങ്ങളിൽ അടിയങ്ങൾ പിന്നെയും പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടപ്പാൻ തക്കവണ്ണം കർത്താവേ അവിടുന്ന് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അടിയങ്ങളുടെ ജീവിതത്തിലെ ഹല്ലേലൂയ ഉയർപ്പിന്റെ വീണ്ടെടുപ്പും ഈ പരിശുദ്ധാത്മാവിനാൽ ലഭിക്കുന്നുവെന്ന് ഞങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുന്നു കർത്താവേ. അതിനായി അടിയങ്ങളെ പിന്നെയും ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം സംസാരിച്ച നിന്റെ ദാസനെ തിരുക്കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുകയാണ്. ദൈവാലോചനയാൽ നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അടുത്തൊരാഴ്ച കാലം ജീവിക്കാൻ വേണ്ട ദൈവകൃപ പകർന്ന് സഹായിക്കണമേ കർത്താവേ. വിഷമിക്കുന്നതായ അവസ്ഥയില്, പ്രതികൂലത്തിൻ്റെ അവസ്ഥയില്, പ്രയാസങ്ങളുടെ അവസ്ഥയില് ഹല്ലേലൂയ കൈക്ക് പിടിച്ച് നടത്തുന്ന ഒരു പരിശുദ്ധാത്മാവേ, അടുത്തൊരാഴ്ച കാലം അടിയങ്ങൾക്ക് ബുദ്ധി പറഞ്ഞ് ആലോചന പറഞ്ഞ് അടിയങ്ങളെ വഴി നടത്തുവാനായി ഇന്നത്തെ രാത്രികാലം അടിയങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ദൈവകൃപ പറഞ്ഞ് സഹായിക്കണമേ കർത്താവേ. ഇന്ന് കൂടപ്പെട്ട എല്ലാ ജനങ്ങളെയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അടിയങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അനുഗ്രഹ വിഷയമായി തീരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. അടുത്ത ദിവസങ്ങളിൽ ജോലി കാര്യങ്ങളിൽ ഹല്ലേലൂയ ഇടപെടുന്ന എല്ലാ വിഷയങ്ങളിലും കർത്താവിൻ്റെ കൃപ പകർന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സമാധാനത്തോടെ അടിയങ്ങളെ അയക്കണം. ദൈവകൃപയിൽ പിന്നെയും കാക്കണം. പ്രാർത്ഥന കേട്ടങ്ങയുടെ കൃപയ്ക്കായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. മാനവമോ തോങ്ങയ്ക്ക് തന്നെ തരുന്ന യേശുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ. ആശീർവാദത്തിനായി ഒരുങ്ങാം. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് നമ്മെ വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും സംസർഗവും നമ്മോട് നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും ലോകമെമ്പാടുള്ള എല്ലാ വിശുദ്ധന്മാരോടും അടുത്ത ആഴ്ച നടക്കുന്നതായ എല്ലാ പ്രെയർ മീറ്റിങ്ങിലോടും ഇപ്പോഴും എന്നേക്കും കർത്താവിൻ്റെ വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. കർത്താവായ യേശു ക്രിസ്തു മൂലം ചെയ്യുന്ന ദൈവത്തിന് പിന്നെയും നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമീൻ. കർത്താവേ വേഗം വരണമേ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം.